യഥാർത്ഥത്തിൽ അതൊരു കരച്ചിലല്ല, ഒരു പ്രേമാഭ്യർത്ഥനയാണ്. അപ്പോൾ ഇന്ന് അറിയപ്പെടുന്ന ഏറ്റവും ഭയങ്കര ടോക്സിൻ എന്ന് പറയുന്നത് ഈ ആരോ പോയ്സൺ ഉൽപ്പാദിപ്പിക്കുന്ന ശ്വാസകോശത്തിൽ കൂടെ മാത്രമല്ല, അതിന് സ്കിന്നിൽ കൂടെ ശ്വസിക്കാൻ പറ്റും. അപ്പോൾ സ്കിൻ എപ്പോഴും മോയ്സ്ചർ ആയിരിക്കണം. ഒരു സ്ഥലത്ത് തവളകളുടെ വൈവിധ്യം കൂടുതലുണ്ട് അർത്ഥം അതിന് പറ്റിയ ഒരു നല്ല അന്തരീക്ഷം അവിടെ ഉണ്ട് എന്നുള്ളതാണ്. എൻ്റെ സർവീസിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വൈൽഡ് ലൈഫ് പോസ്റ്റ്മോർട്ടം ഒരു ആനയുടെ പോസ്റ്റ്മോർട്ടവുമായി ബന്ധപ്പെട്ടിട്ടാണ്. മസ്തകത്തിൻ്റെ മുകളിലാണ് വെടികൊണ്ടിരിക്കുന്നത്. പശു ശരിക്കും സസ്യഭുക്കാണോ അതോ? നമ്മളിപ്പം വെജിറ്റേറിയൻ ആണെന്നല്ലേ നമ്മൾ വിചാരിക്കുന്നത്. നമ്മൾ യഥാർത്ഥത്തിൽ ഒരു കാർണിവോറാണ്. മനുഷ്യനെ എന്ന് കാണുന്ന മനുഷ്യനാക്കിയത്, ബുദ്ധിയുള്ള ജീവിയാക്കിയത് നമ്മുടെ കാർണിവോറസ് ഡയറ്റ് തന്നെയാണ്. വെറ്റിനറി ശാസ്ത്രം എന്ന് പറയുന്നത് യൂറോപ്പിലൊക്കെ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് കുതിരകളെ ചികിത്സിക്കുന്ന ഡോക്ടർമാർക്ക് വേണ്ടിയിട്ടാണ്. മറ്റ് ജീവികളുടെ വിസർജ്യം തിന്നാൻ വേണ്ടിയിട്ട് ഒരു പ്രകൃതി ഒരു ജീവിനെ സൃഷ്ടിക്കോ? ആനയൊക്കെ ഡീകമ്പോസ് ചെയ്യുമ്പോൾ പന്നികൾ അത് വന്ന് കഴിക്കാറുണ്ട്. ഫീഡ് ഡോഗ്സിനെ മാത്രം നമ്മൾ വന്ധീകരിച്ചിട്ട് കാര്യമില്ല. ഫീറ്റ് പോകുമ്പോൾ അവരുടേതായ ഗ്രൂപ്പ് ഉണ്ടാവും, പാക്കാവും. പഴയ വേട്ടനായുടെ ഹൈൻഡിങ് സ്വഭാവങ്ങൾ വരും. വെറ്റിനറി ഡോക്ടറായി 30 വർഷത്തെ സേവന പരിചയമുണ്ടെങ്കിലും വെറുമൊരു മൃഗഡോക്ടർ മാത്രമല്ല ഡോക്ടർ അനിൽ സക്കറിയ. കേരളത്തിലെ തദ്ദേശീയനും പശുക്കളായ വെച്ചൂർ പശുക്കളുടെ വീണ്ടെടുക്കലിൽ പ്രധാനി. പശ്ചിമഘട്ടത്തിലെ വിവിധയിനം തവളകളെയും അവയുടെ പ്രജനനത്തെയും കുറിച്ച് പഠിച്ച ഗവേഷകൻ തുടങ്ങി വിശേഷണങ്ങളേറെയാണ്. ഇന്ന് സർവീസ് സ്റ്റോറിയിൽ നമ്മുടെ അതിഥിയായി എത്തുന്നത് ഡോക്ടർ അനിൽ സക്കറിയാണ്. സ്വാഗതം ഡോക്ടർ. ലോകത്ത് 900 ജീവികളുണ്ട്. എല്ലാത്തിനെയും കുറിച്ച് ഒരു മൃഗ ഡോക്ടർക്ക് എന്തായാലും പഠിക്കാൻ പറ്റില്ലല്ലോ. ഒരു മൃഗ ഡോക്ടർ ഏതൊക്കെ ജീവികളുടെ അനാട്ടമിയാണ് പഠിക്കുന്നത്? സാധാരണ സസ്തനികളിൽ പെടുന്ന ജീവികളാണ് നമുക്ക് ജനറലായിട്ട് പഠിക്കുന്നത്. അതിനകത്ത് വളർത്തുന്ന ജീവികൾ പശു, കുതിര, ആട്, പന്നി, മുയലുകൾ, പൂച്ച, നായ, കോഴി. ആനയില്ല? ആനയും ഞങ്ങളൊരു ചില വിഷയങ്ങൾ അത് എലഫൻസിനെ പറ്റി പഠിക്കുന്നുണ്ടെങ്കിൽ ജനറലായിട്ട് അത് പഠിക്കുന്നില്ല. കമ്പാരറ്റീവ് അനാട്ടമിയും കമ്പാരറ്റീവ് ഫിസിയോളജിയാണ് ഞങ്ങൾ പഠിക്കുന്നത്. ഒരു ജനറൽ പാറ്റേൺ സസ്തനികൾക്കുണ്ടാവും അതിൻ്റെ അനാട്ടമി. അപ്പോൾ അതിൻ്റെ വേരിയേഷനാണ് ഞങ്ങൾ പഠിക്കുന്നത്. അതിൽ ഈ അനാട്ടമികളിൽ ഏറ്റവും കൗതുകം തോന്നിയ ഇത് ഏത് ജീവിയോടാണ്? പഠിക്കുന്നതിലൊരു ഏറ്റവും വ്യത്യാസമുള്ളതെന്ന് വെച്ചാൽ ഈ അയവെട്ടുന്ന ജീവികളാണ്. അപ്പോൾ അവർക്ക് നമ്മുടെ പോലുള്ള ഒരു ദഹന വ്യവസ്ഥയല്ല. മൃഗശാസ്ത്രം അല്ലെ വെറ്റിനറി ശാസ്ത്രം എന്ന് പറയുന്നത് യൂറോപ്പിലൊക്കെ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് കുതിരകളെ ചികിത്സിക്കുന്ന ഡോക്ടർമാർക്ക് വേണ്ടിയിട്ടാണ്. അന്ന് മെയിനായിട്ടും യുദ്ധങ്ങളാണല്ലോ. യുദ്ധങ്ങൾക്കും ട്രാൻസ്പോർട്ടേഷനും ഏറ്റവും പ്രധാനപ്പെട്ട ജീവികൾ, ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള ജീവികൾ എന്ന് പറയുന്നത് കുതിരകളാണ്. അപ്പോൾ വെറ്റിനറി ഡോക്ടറുടെ പണി എന്ന് പറയുന്നത് കുതിരകളെ ചികിത്സിക്കലാണ്. ഹോഴ്സ് ഡോക്ടർ തന്നെയാണ്. അപ്പോൾ അന്നത്തെ ബുക്കുകളൊക്കെ കൂടുതൽ ഫോക്കസ് ചെയ്തിരിക്കുന്നത് കുതിരകളുടെ ചികിത്സകളെ പറ്റിയിട്ടാണ്. പശു എന്ന് പറയുന്നത് ആളുകൾ തന്നെ ചെയ്യുന്നൊരു കാര്യമായിട്ടാണ് അത് വന്നിരിക്കുന്നത്. കൃഷിക്കാർ തന്നെ ഡെവലപ്പ് ചെയ്തൊരു സാധനമാണ്. പിന്നീടാണ് നമ്മുടെ വിഷയത്തിലേക്ക്, സബ്ജക്റ്റിലേക്ക്, വെറ്ററിനറി വിഷയത്തിലേക്ക് ഈ പശുവിൻ്റെ ചികിത്സയൊക്കെ വരുന്നത്. പ്ലാത്തൂര് പല ജീവികളെ പറ്റിയിട്ടും വിശദീകരിച്ചുള്ള ലേഖനങ്ങൾ മാതൃഭൂമിയിൽ എഴുതാറുണ്ട്. അതിൽ പശുക്കളെ പറ്റി എഴുതിയാലേ പശു ശരിക്കും ഒരു സസ്യബുക്ക് തന്നെയാണോ എന്ന് സംശയം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള ഒരു ലേഖനം കണ്ടു. പശു പുല്ല് തിന്നുമെങ്കിലും പുല്ലിനെയല്ല ദഹിപ്പിക്കുന്നത്, പകരം അതിനെ ആശ്രയിച്ച് ജീവിക്കുന്ന സൂക്ഷ്മജീവികളെയാണ് ഇത് ആഹാരമാക്കുന്നത്. അതുകൊണ്ട് പശുവിനെ സസ്യബുക്കാണെന്ന് പരിഗണിക്കാൻ പറ്റില്ല എന്നുള്ള തരത്തിലൊക്കെ എനിക്ക് തോന്നുന്നു. അതിനെ പറ്റിയിട്ട് ഒന്നുകൂടി കുറച്ചുകൂടി ശാസ്ത്രീയമായിട്ട് താങ്കൾക്ക് പറയാൻ പറ്റുന്നു, അതൊന്ന് വിശദീകരിക്കാമോ? ദഹിപ്പിക്കുന്നത് സൂക്ഷ്മജീവികളാണെങ്കിലും സസ്യബുക്ക് തന്നെയാണ്. കാരണം അത് ചെടികൾ തന്നെയാണ് കഴിക്കുന്നത്. പശുവും ആടും ഒക്കെ ഉൾപ്പെടുന്ന അയവെട്ടുന്ന ജീവികളാണ്. അവർക്കാണ് ഈ അഡാപ്റ്റേഷൻ ഉള്ളത്. അവർക്ക് നമ്മുടെ മനുഷ്യൻ്റെ ദഹനവ്യൂഹത്തിന് വ്യത്യാസമായിട്ട് 4 അറയുണ്ട് ആമാശയത്തിന്. ഒരു പ്രധാന അറ എന്ന് പറയുന്ന റൂമൻ എന്ന് പറയുന്ന വലിയൊരു അറയുണ്ട്. 100-150 ലിറ്റർ കപ്പാസിറ്റിയുള്ള വലിയൊരു അറയാണ്. അപ്പോൾ നമ്മളൊരു ആവറേജ് ഒരു 35-40 കിലോ പുല്ല് അതിന് തിന്നാൻ പറ്റും. ഏകദേശം ഒരു 10-100 ലിറ്ററോളം 80 ലിറ്ററോളം വെള്ളം അതിന് വേണം അതിൻ്റെ ഉള്ളിൽ കൊള്ളും. പണ്ട് ഈ പുൽമേടുകൾ ഉത്ഭവിക്കുമ്പോൾ ഉണ്ടായ ജീവികളാണ് ഇവർക്ക്. അപ്പം കാട്ടിൽ പുൽമേടുകളിൽ ഒരുപാട് ഹിംസ്ര ജന്തുക്കളുണ്ട്, കടുവ പോലുള്ള ജീവികൾ ഇതുള്ള കാലത്തുണ്ട്. അപ്പോൾ അവർ എത്രയും പെട്ടെന്ന് പരമാവധി പുല്ലുകൾ തിന്നുക, പിന്നെ അത് സ്വസ്ഥമായിട്ട് ഏതെങ്കിലും സ്ഥലത്ത് വന്ന് കിടന്നിട്ട് വീണ്ടും റീഗർജിറ്റേറ്റ് വായിൽ കൊണ്ടുവന്ന് അയവെട്ടി അതിൻ്റെ സലൈവയായിട്ട് ചേർത്ത് അരച്ച് അത് വയറ്റിലേക്ക് കൊണ്ടുപോകും. ഈ റൂമിൻ്റെ അകത്ത് വെച്ചിട്ട് നമ്മുടെ മാവൊക്കെ അപ്പൊക്കെ ഉണ്ടാക്കാൻ, ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ അത് പുളിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനീഷ്യലി മാവ് നമ്മൾ പുളിക്കുമ്പോൾ അത് പൊങ്ങുമല്ലോ, അത് ഗ്യാസ് ഉണ്ടാവും. അതേപോലെ ഗ്യാസും മീത്തേനും കാർബൺ ഡൈ ഓക്സൈഡൊക്കെ ഉണ്ടാവും. അത് ഏമ്പക്കം വിടുമ്പോൾ റിഗർജിറ്റ് ചെയ്ത് പോകുമ്പോൾ ഈ ഗ്യാസ് പുറത്ത് പോകും.
ഇത് പുളിക്കുമ്പം ഈ സൂക്ഷ്മജീവികൾ ഇതിനകത്ത് പെരുകയാണ്. സെല്ലുലോസ് ആണ് ഇതിൻ്റെ ഫണ്ടമെൻ്റലായിട്ടുള്ള ഈ ചെടികളുടെ വസ്തു. സാധാരണ ജീവികൾക്കൊന്നും ഈ സൂക്ഷ്മജീവികൾക്ക് മാത്രമേ അതിനെ ദഹിപ്പിക്കാനുള്ള കഴിവുള്ളൂ. അതിനകത്തുള്ള സൂക്ഷ്മജീവികൾ ഉപയോഗിച്ചിട്ടാണ് അവരത് ഫെർമെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ബൈ പ്രോഡക്റ്റാണ് മീഥേൻ അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പോൾ ഇത് ദഹിപ്പിക്കുമ്പോൾ ഒരുപാട് വോളറ്റൈൽ ഫാറ്റി ആസിഡുകൾ എന്ന് പറയുന്ന ചില വസ്തുക്കൾ ഉണ്ടാകും. അത് ശരീരത്തിലേക്ക് വലിച്ചെടുത്തിട്ടാണ് അവർ പഞ്ചസാരയൊക്കെ ഉണ്ടാക്കുന്നത്, കൊഴുപ്പുണ്ടാക്കുന്നത്. ഈ സൂക്ഷ്മജീവികളെ എണ്ണം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുമല്ലോ, അത് കുടലിലേക്ക് പോയിട്ട് അതിനെ ദഹിപ്പിച്ചിട്ടാണ് അവർക്ക് മാംസ്യം പ്രോട്ടീൻ കിട്ടുന്നത്. പശു മാത്രമല്ല അയവെട്ടുന്ന ജീവികൾ, ഞാൻ നേരത്തെ പറഞ്ഞ ആടുകൾ അയവെട്ടുന്ന ജീവികളാണ്. മാൻ വർഗ്ഗത്തിലുള്ള ജീവികൾ അയവെട്ടുന്ന ജീവി, ഇവർക്കെല്ലാം ഈ 4 അറകളുണ്ട്. എന്നാൽ ചില ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്ന ചില ജീവികളുണ്ട്, കുതിര പോലുള്ള ജീവികൾക്ക്. ഇവർക്ക് 4 അറകളില്ല. ദഹിച്ച പുല്ലുകൾ അതിൻ്റെ വൻകുടലിൻ്റെ അറ്റത്തുള്ള സീക്കം എന്ന് പറയുന്ന വലിയ 2 ഭാഗങ്ങളിലാണ് ഇത് ദഹിപ്പിക്കുന്നത്. ഈ സൂക്ഷ്മജീവികൾ അവിടെയാണുള്ളത്. ആനകൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ബ്രൗസേഴ്സ് എന്നാണ് പറയുക. തൊലിയും മരത്തിൻ്റെ ഇലയും, അപ്പോൾ അതിനകത്ത് ഒരുപാട് പ്രോട്ടീൻ കണ്ടൻറ്റൊക്കെ ഉള്ളതാണ്. അപ്പോൾ അവർ സ്റ്റൊമക്കിൽ അത് ആദ്യം ദഹിപ്പിച്ച് പിന്നെ ബാക്കി വരുന്ന ഫൈബറൊക്കെ ഈ പറയുന്ന സീക്കത്തിൽ വെച്ചിട്ട് ഡൈജസ്റ്റ് ചെയ്യുന്ന ജീവികളാണ് അവർ. പക്ഷെ പശുക്കൾ പുല്ല് ഒരിക്കലും ഡൈജസ്റ്റ് ചെയ്തിട്ട് പുല്ലെന്നൊന്നും നേരിട്ടെടുത്തിട്ട് കഴിക്കുന്നില്ല. പുല്ലെന്ന് കിട്ടുന്നുണ്ട്, വോളറ്റൈൽ ഫാറ്റി ആസിഡ് എന്ന് പറഞ്ഞ സാധനങ്ങൾ അവർക്ക് കിട്ടുന്നുണ്ട്. അതിനെ അവർ പഞ്ചസാരയാക്കുന്നത്. പിന്നെ അതിന് വൈറ്റമിൻസ് കിട്ടുന്നുണ്ട്, പല മിനറൽസ് കിട്ടുന്നുണ്ട്. ഈ സൂക്ഷ്മജീവികളെ ഉപയോഗിക്കുമ്പോൾ ആ സൂക്ഷ്മജീവികളിൽ നിന്നാണ് അവർക്ക് മൈക്രോബിയൽ പ്രോട്ടീൻ ഇവരെ ദഹിപ്പിക്കുന്നവർ. അപ്പോൾ ആ സെൻസിൽ വിചാരിക്കുകയാണെങ്കിൽ സൂക്ഷ്മജീവികളെ ആഹരിക്കുന്ന ഒരു ജീവിയാണ് പശു എന്ന് നമുക്ക് വേണമെങ്കിൽ. സൂക്ഷ്മജീവികളെ ശരിക്കും ദഹിപ്പിക്കുന്നുണ്ടോ? പ്രോട്ടീനെ ദഹിപ്പിക്കും. ഇപ്പം നമ്മളിപ്പോൾ അതിൻ്റെ കുടലിൽ എത്തിക്കഴിഞ്ഞാൽ ഡൈജസ്റ്റീവ് എൻസൈംസ് ആണല്ലോ, അത് സൂക്ഷ്മജീവികളിൽ നിന്നൊന്നും കണക്കില്ല. പ്രോട്ടീൻ ആയാലും എന്തായാലും അതിനെ ദഹിപ്പിക്കും. അപ്പോൾ സസ്യബുക്കാണോ അതോ തിന്നുന്ന രീതിയിൽ അത് സസ്യബുക്ക് തന്നെ പറയാം. തിന്നുന്നത് അടിസ്ഥാനപ്പെടുത്തിയാണെങ്കിൽ അത് സസ്യബുക്ക് തന്നെയാണല്ലോ. പക്ഷെ അത് ദഹിപ്പിക്കുന്നത് മുഴുവൻ അല്ല, അത് നമുക്കൊരു സിംബയോട്ടിക് റിലേഷനാണ്, ഒരു സഹജീവനം എന്ന് പറയാം. അവർ ഈ സൂക്ഷ്മജീവികളെ ഈ തീറ്റയൊക്കെ കൊടുത്ത് വളർത്തി പുല്ലൊക്കെ ആ സൂക്ഷ്മജീവികൾ പെരുകി ആ സൂക്ഷ്മജീവികൾ അവർ ദഹിപ്പിച്ചിട്ട് കഴിക്കുന്നു. ഈ വെറ്റിനറി സയൻസിലെ ഈ പന്നികളെ പഠിക്കുന്നുണ്ടോ? പന്നികൾ ഞങ്ങളുടെ ഒരു പ്രധാന വിഷയമാണത്. ഈ പന്നികൾ എന്താണ്, മിശ്ര ബുക്കാണോ സസ്യബുക്ക് ആയിരിക്കില്ല എന്തായാലും, എന്താണ് പന്നികൾ? സ്കാവഞ്ചേഴ്സ് ആണോ? അല്ല, യഥാർത്ഥത്തിൽ നമുക്ക് ഓംനിവോർ എന്നാണ് പറയാം. മിശ്ര ബുക്കാണ്. വേരുകളും മണ്ണിലുള്ള കിഴങ്ങുകളും പിന്നെ ഈവൻ ചത്ത ജീവികളൊക്കെ അവർ കഴിക്കുന്നുണ്ട്. അവരൊരു സ്കാവഞ്ചേഴ്സ് എന്നും പറയാം വേണമെങ്കിൽ. ഫാമുകളിലല്ലാതെ ഇപ്പോൾ നാട്ടുപ്രദേശങ്ങളിലൊക്കെ വണ്ട് വളർത്തുന്ന ഈ വേസ്റ്റ്, നമ്മളെ പച്ചക്കറികളുടെയൊക്കെ അവശിഷ്ടങ്ങൾ, അറവുശാല മാലിന്യങ്ങൾ, കോഴിയുടെ വേസ്റ്റ്, ഹോട്ടൽ വേസ്റ്റുകൾ, ഭക്ഷ്യാവശിഷ്ടങ്ങൾ, നമുക്ക് കഴിക്കാൻ പറ്റാത്ത പ്രോട്ടീനുകൾ തന്നെയാണത്. അത് കൊടുത്തിട്ടാണ് നമ്മളെ നാട്ടിലൊക്കെ ആൾക്കാർ പന്നിയെ ഫാം ചെയ്യുന്നത്. പാശ്ചാത്യ രാജ്യങ്ങളിലെ വളരെ ആധുനിക രീതിയിലാണ് ഈ പന്നി മാംസ കച്ചവടം നടത്തുന്നത്, വളരെ നീറ്റായിട്ടുള്ള എൻവയോൺമെന്റിൽ. പക്ഷെ നമ്മുടെ നാട്ടിൽ എപ്പോഴും പന്നിക്കൃഷി നടത്തുന്ന കർഷകരെയൊക്കെ ഒരു വൃത്തിഹീനമായിട്ടുള്ള സാഹചര്യത്തിൽ ഉള്ളതായിട്ടാണ് കാണുന്നത്. ഈ അടുത്തിറങ്ങിയ ചില സിനിമകളിൽ തന്നെ ഈ പന്നിക്ക് കഴിക്കാനായിട്ട് ഇട്ടുകൊടുക്കുന്ന മനുഷ്യ മാംസമൊക്കെ ആയിട്ട് കാണിച്ചിട്ടുണ്ട്. അതിനെ ഏത് രീതിയിൽ പാശ്ചാത്യ രാജ്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് പോലെ ആധുനികമായിട്ട് നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും? അതിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം? വയനാട്ടിലാണ് ഏറ്റവും കൂടുതൽ ഒരു സമയത്ത് പന്നി കൃഷിക്കാരുണ്ടായിരുന്നത്. അവരുപയോഗിക്കുന്നത് മെയിനായിട്ടും സ്ലോട്ടർ ഹൗസ് വേസ്റ്റുകളും പച്ചക്കറി മാലിന്യങ്ങളും ഹോട്ടൽ വേസ്റ്റ് മാനേജ്മെൻറ്റും. അപ്പോൾ വയനാട് ജില്ലയിലേക്ക് അവർ 40-50 ടൺ വേസ്റ്റ് ഒരു ദിവസം കൊണ്ടുവരുമായിരുന്നു. 1 കിലോ കോഴി വേസ്റ്റിന് ഇങ്ങോട്ട് പൈസ കിട്ടും. ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് മുതലാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ 100 കിലോ ആവശ്യമുണ്ടെങ്കിൽ അവർ 150 കിലോ എടുത്തുകൊണ്ട് വരും. ബാക്കി അവരുടെ പ്രിമിസസിൽ കുഴിച്ചിടുകയോ അവിടെ ഉപേക്ഷിക്കുകയോ ചെയ്യും. അപ്പോൾ ഇത് ആളുകളുടെ ഇടയിൽ വളരെ ഒരു നെഗറ്റീവായി ബാധിക്കുകയും പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഇടപെടുകയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഇടപെടുകയും ഇത് പന്നി ഫാമുകൾ പൂട്ടുന്ന വലിയ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ലോകത്ത് ഇന്ന് ഏറ്റവും കൂടുതൽ കഴിക്കുന്ന മാംസം, അതായത് 37% ആളുകൾ കഴിക്കുന്ന ഒരു മീറ്റാണ് പന്നി ഇറച്ചി. അപ്പം പന്നി മാംസത്തെ സംബന്ധിച്ചോളം എന്ന് പറഞ്ഞാൽ ഒരു ഹൈ വാല്യൂ പ്രോട്ടീനാണ്. ഈ പ്രോട്ടീൻ ഉണ്ടാക്കുന്നത് മനുഷ്യന് കഴിക്കാൻ പറ്റാത്ത പ്രോട്ടീനെ, അതായത് ചിക്കൻ വേസ്റ്റ് എന്നോ അല്ലെങ്കിൽ ഹോട്ടൽ വേസ്റ്റ് എന്ന് പറഞ്ഞാൽ റീസൈക്കിൾ ചെയ്യാണ്. ഗവൺമെൻറ്റും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഇതിൻ്റെ മീറ്റ് പൊട്ടൻഷ്യൽ ഇവർ ചെയ്യുന്ന സേവനം അവർ കണക്കാക്കുന്നില്ല. അവർ പകരം ഈ വേസ്റ്റ് അവർ വളമാക്കാനുള്ള റീസൈക്ലിംഗ് പ്ലാന്റിന് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ അത് പന്നിക്ക് ഫീഡാക്കി ബാക്കിയുള്ള സാധനങ്ങൾ മാത്രമേ അത് മറ്റു കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പാടുള്ളൂ. ഈ പന്നി ഫാമിംഗ് എന്ന് പറയുന്നത് ഒരു ഓറഞ്ച് കാറ്റഗറി, അതായത് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ രീതിയിൽ നമ്മുടെ എക്സ്പ്ലോസീവ്സ് ഒക്കെ കൈകാര്യം ചെയ്യുന്ന
അല്ലെങ്കിൽ വലിയ വ്യവസായത്തിൻ്റെ കോറിയൊക്കെ കൈകാര്യം ചെയ്യുന്ന പോലെ ഒരു പ്രവർത്തനം. അപ്പം പന്നി കൃഷിക്കാർ അവർ വലിയ രീതിയിൽ പിന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും മറ്റാളുകളും അവർക്കോടുള്ള ദേഷ്യമുള്ള ആളുകളും പിന്നെ കടക്കണിയിൽപ്പെട്ട് പശുഫാം നടത്തി ഇഞ്ചി കൃഷി നടത്തി പരാജയപ്പെട്ട ആളുകൾ ഈ മേഖലയിൽ വന്ന് സക്സസ്ഫുള്ളായി പോയിട്ടുണ്ട്. അപ്പോൾ ഇവർക്കൊരു വരുമാനം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും മറ്റ് അയൽവാസികളും മറ്റുള്ളവർക്കും ഇവരോട് അസൂയ ഉണ്ടാവുകയും ഇവർക്കെതിരെ കേസ് കൊടുക്കുകയും പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. നമ്മൾ അങ്ങനെ ആക്കി തീർത്തതല്ലേ പന്നിയുടെ ഭക്ഷണം അങ്ങനെയായിട്ട്. ശരിക്കും പ്രകൃതി അതിനെ സൃഷ്ടിക്കുമ്പോൾ ഒരിക്കലും മറ്റ് ജീവികളുടെ വിസർജ്യം തിന്നാൻ വേണ്ടിയിട്ട് ഒരു പ്രകൃതി ഒരു ജീവിനെ സൃഷ്ടിക്കുമോ? ഈ ആനയൊക്കെ ഡീകമ്പോസ് ചെയ്യുമ്പോൾ പന്നികൾ അത് വന്ന് കഴിക്കാറുണ്ട്. അത് കുറേ കാലങ്ങൾ കാട്ടുപന്നി വന്ന് കഴിക്കും. അവരുടെ ഇങ്ങനത്തെ അവരുടെ പ്രോട്ടീൻ റിക്വയർമെൻ്റ് എല്ലാം കിട്ടുന്നത് അതങ്ങനെയാണ്. നമ്മളിപ്പം വെജിറ്റേറിയൻ ആണെന്നല്ലേ നമ്മൾ വിചാരിക്കുന്നത്. നമ്മൾ യഥാർത്ഥത്തിൽ ഒരു കാർണിവോറാണ്. ഒംനിവോറസ് ആണെങ്കിലും നമ്മൾ ഇപ്പം നമ്മളുടെ പഴയ ഹണ്ടർ ഗ്യാദറേഴ്സിൻ്റെ ഒക്കെ ഭക്ഷണത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ കൂടുതലും പ്രാണികളും ഇപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന വലിയ ആനിമൽസിൻ്റെ മീറ്റ് മാത്രമല്ല, ആദ്യകാലങ്ങളിൽ പ്രാണികൾ, പുഴുക്കൾ, പല കടുവയൊക്കെ പിടിച്ച് ചീഞ്ഞ ജീവികളുടെ മീറ്റൊക്കെയാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. പിന്നെയാണ് നമുക്ക് ലേറ്റൻ എവല്യൂഷണറി കണ്ടീഷനിലാണ് നമ്മൾ ഹണ്ടിങ്ങും ടൂൾസൊക്കെ ഡെവലപ്പ് ചെയ്യുന്നത്. ഹണ്ടിങ്ങിന് മുമ്പേ നമ്മൾ ഈ ചത്ത ജീവികളെ കഴിച്ചിരുന്നു. അത് മാത്രമല്ല ഈ പല പ്രാണികളും സസ്യങ്ങളും കൂടുതലും ഈ അനിമൽ ഫുഡ് തന്നെയാണ്. ഇപ്പോൾ നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിലും ഒക്കെ പോയി കഴിഞ്ഞാൽ അവരൊക്കെ കഴിക്കുന്ന ഫുഡ് ഹണ്ടർ ഗ്യാദർ ഫുഡാണ്. അവർ പല പ്രാണികളെയും പുഴുക്കളെയും പല സാധനം ആ ഒരു ഭക്ഷണം ഡയറ്റ് തന്നെയാണ്. പ്രോട്ടീൻ റിച്ച് ആ ഒരു ഡയറ്റ് തന്നെയാണ് നമ്മൾ ഹണ്ടർ ഗ്യാദർ കാലഘട്ടത്തിൽ, അതായത് നമ്മൾ കൃഷിയൊക്കെ ഡൊമസ്റ്റിക്കേഷന് മുമ്പ് ആളുകൾ കഴിച്ചുകൊണ്ടിരുന്നത്. പിന്നെയാണ് നമ്മൾ മൃഗങ്ങളെ ഓടിക്കാനുള്ള ടൂൾസ് കണ്ടുപിടിക്കും. നമ്മളുടെ ഒരു മിയോസിൻ എന്ന് പറയുന്ന കാലഘട്ടത്തിൽ, അതായത് നമ്മളൊരു ആദ്യത്തെ ആൻസിസ്റ്റർ എന്ന് പറയുന്നത് ആഫ്രിക്കയിൽ നിന്ന് കണ്ടുപിടിച്ച ഒരു സ്പെസിമെനാണ്. അതാണ് ആദ്യം നടക്കുന്നത്. അത് 7 മില്യൺ വർഷം മുമ്പാണ്. പിന്നെ കുറേ വർഷത്തിന് ശേഷമാണ് നമ്മൾ പറയുന്ന ഹോമിനിഡ്സ്, ആസ്ട്രലോപിതേക്കസ് എന്ന് പറയുന്ന കുറച്ചും കൂടി നിവർന്ന് നടക്കുന്ന ജീവികളൊക്കെ ഉണ്ടായത്. ഇപ്പോഴുള്ള മനുഷ്യനേക്കാളൊക്കെ ചെറിയ ജീവികളാണത്. നമ്മളെ തലച്ചോറൊന്നും ഇത്രയും വികാസം പ്രാപിച്ചിട്ടില്ല. പിന്നെ ഇവോൾവ് ചെയ്തു വന്നിട്ടാണ് നമ്മൾ പറയുന്ന ടൂൾസൊക്കെ ഉപയോഗിക്കുന്ന മനുഷ്യന്മാരുണ്ടായത്. പിന്നെ പെട്ടെന്നാണ് നമ്മുടെ ഈ തലച്ചോറിൻ്റെ വളർച്ച. ഹോമോ ഹബിലിസ് എന്ന് പറയുന്ന സാധനത്തിന് നമുക്ക് 600 cc ബ്രെയിനേ ഉള്ളൂ. അതിൽ നമ്മുടെ 1200 cc, അതായത് ഓൾമോസ്റ്റ് ഡബിളായി. പെട്ടെന്നാണ് ആ തലച്ചോറിൻ്റെ വളർച്ച. അതിന് പ്രത്യേകിച്ച് നമ്മൾ ഈ ടൂൾസ് ഉപയോഗിക്കുന്നതുകൊണ്ട്, നമ്മൾ ഹൈ റിച്ച് പ്രോട്ടീൻ ഉപയോഗിക്കുന്നത് കൊണ്ട്, കുക്കിംഗ്, ഫയർ ഉപയോഗിക്കുന്നതുകൊണ്ടൊക്കെയാണ് നമ്മൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മളെ കാർണിവോറസ് ഡയറ്റാണ് നമ്മുടെ തലച്ചോറിന്റെ വികാസത്തിന് കാര്യം. മനുഷ്യൻ എന്ന് കാണുന്ന മനുഷ്യനാക്കിയത്, ബുദ്ധിയുള്ള ജീവിയാക്കിയത് നമ്മുടെ കാർണിവോറസ് ഡയറ്റ് തന്നെയാണ്. അതിൻ്റെ ഹണ്ടിങ് അങ്ങനെ ഹൈ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള സാധനങ്ങൾ, പ്രത്യേകിച്ച് ബോൺ മാരോ ഒക്കെ ക്രഷ് ചെയ്ത് അതിൻ്റെ ഉള്ളിലുള്ള സാധനങ്ങൾ കഴിക്കുക. ശരീരത്തിൻ്റെ ഈ 20% എനർജിയും ഉപയോഗിക്കുന്ന തലച്ചോറിൻ്റെ പ്രവർത്തനം. നമ്മൾ ഉറങ്ങുമ്പോഴൊക്കെ നമ്മുടെ തലച്ചോറ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മൾ ശാരീരികമായ അധ്വാനമൊന്നും ഇല്ലെങ്കിൽ തലച്ചോറ് വർക്ക് ചെയ്യാണ്. അപ്പോൾ ഇതിനൊരുപാട് എനർജി വേണം. മനുഷ്യൻ സമൂഹമായി നിലനിൽക്കുന്നത് ഒരു കുട്ടിയുടെ ബുദ്ധിയെ വളർത്തിയെടുക്കാനാണ് എന്നുള്ള തരത്തിൽ താങ്കൾ എവിടെയോ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതൊന്ന് വിശദീകരിക്കോ? കോഴി പോലുള്ള ജീവികൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. മുട്ട വിരിഞ്ഞ ഉടനെ തന്നെ കുഞ്ഞുങ്ങൾ അമ്മേൻ്റെ കൂടെ നടക്കുന്നു, ചിക്കി തിന്നാൻ തുടങ്ങുന്നു. പശുക്കുട്ടികൾ ചാടി ഓടുകയാണ് ചെയ്യുന്നത്. മാനുകൾ, ആനക്കുട്ടികൾ, എല്ലാ സാധനങ്ങളും. അപ്പം മനുഷ്യനെ സംബന്ധിച്ചോളം മനുഷ്യൻ്റെ കുഞ്ഞ് ദീർഘകാലം പരിചരണത്തിലൂടെയാണ് വളരുന്നത്. ഗൊറില്ലേനെയോ ചിമ്പാൻസിനെയോ അല്ലെങ്കിൽ നമ്മുടെ സാധാരണ കുരങ്ങിനെയോ നമ്മൾ കാണുമ്പോൾ അതിൻ്റെ കുഞ്ഞ് അതിനെ കെട്ടിപ്പിടിച്ചിരിക്കുന്നത് കാണാം. മനുഷ്യനെ സംബന്ധിച്ചോളം മനുഷ്യ കുഞ്ഞിനെയാണ് നമ്മൾ എടുക്കുന്നത്. മനുഷ്യ കുഞ്ഞിന് അതിൻ്റെ അമ്മേനെ കെട്ടിപ്പിടിക്കാനൊന്നും പറ്റില്ല. ഇപ്പോൾ ലോങ് ടേം ആയിട്ട് ഒരു ശൈശവം അതിനുണ്ട്. അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ആ കാലഘട്ടത്തിൽ തലച്ചോറ് വളരുക, അതായത് ഒരു പാർഷ്യലി ഡെവലപ്ഡ് ബ്രെയിനായിട്ടാണ്, പൂർണ്ണ വളർച്ചയെത്താത്ത ഒരു തലച്ചോറായിട്ട് മനുഷ്യൻ കുഞ്ഞ് ജനിക്കുന്നത്. അങ്ങനെയില്ല. അപ്പം നമ്മൾ അതിൻ്റെ ടിപ്പിക്കലായിട്ട് നമുക്കറിയാം. നമ്മൾ പണ്ട് കുഞ്ഞുങ്ങളൊക്കെ എടുക്കുമ്പോൾ അതിൻ്റെ മൂർധാവിൽ നമ്മൾ നോട്ടുമ്പോൾ ലെതറി ആയിരിക്കും, തൊലി പോലെ. കാരണം തലയോട് ഫ്യൂസ് ചെയ്തിട്ടുണ്ടാവും ഇല്ല. അപ്പോൾ അത് പുറത്ത് വന്നതിന് ശേഷം നല്ലൊരു പരിചരണം, പിന്നെ അമ്മയുടെ ന്യൂട്രീഷനായിട്ടുള്ള പാലും മറ്റ് ആളുകളെല്ലാം അമ്മയ്ക്കും ഭക്ഷണം കൊടുക്കണം. അമ്മയ്ക്കും എങ്ങോട്ടും പോകാൻ പറ്റില്ലല്ലോ. അങ്ങനെ പരിചരണം കൊടുത്ത് വലിയൊരു കാലം നമ്മൾ വളർത്തിയിട്ടാണ് ഈ കുഞ്ഞുണ്ടാകുന്നത്. കുഞ്ഞുണ്ടാവുക എന്ന് പറയുന്നത് സമൂഹത്തിൻ്റെ മൊത്തത്തിലുള്ള ഒരു പണിയാണ്. അപ്പോൾ അമ്മയ്ക്ക് മാത്രം ചെയ്യാവുന്ന കാര്യമല്ല. ഒരു 5 വയസ്സ് വരെ തലച്ചോറ് വളരും. അപ്പോൾ ആ സമയത്ത് ഏറ്റവും ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഭക്ഷണം അതിൻ്റെ അമ്മയുടെ മുലപ്പാലാണ്. അത് കഴിഞ്ഞാൽ ഏറ്റവും ഐഡിയൽ ആയിട്ടുള്ള ഒരു ന്യൂട്രീഷൻ എന്ന് പറയുന്നത് കോഴിമുട്ടയാണ്. ഞാൻ പറയുന്നത് മുട്ട, പക്ഷികളുടെ മുട്ട, കോഴിമുട്ട എന്ന് മാത്രമല്ല, ഒരു ഭ്രൂണം വികസിക്കാൻ വേണ്ടിയിട്ടുള്ള ന്യൂട്രീഷനാണ് കോഴി മുട്ടയായിട്ട് ഇടുന്നത്. അപ്പം കോഴി വൺസ് മുട്ട ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് വീണ്ടും അഡീഷണൽ ന്യൂട്രീഷൻ ഒന്നും ഇടാൻ പറ്റില്ല. അപ്പം ഇന്ന് പ്രകൃതിയിലെ ഏറ്റവും
ഫുൾ പാക്കായിട്ടുള്ള ഏറ്റവും പോഷക സമ്പുഷ്ടമായിട്ടുള്ള ഒരു ഭക്ഷണം ഏതാണെന്ന് വെച്ചാൽ മുട്ടയാണ്. അപ്പോൾ ഒരു 6 മാസം മുതൽ നമുക്ക് മുട്ട കൊടുത്തു തുടങ്ങാം. അത് അവരുടെ തലച്ചോറിൻ്റെയും ശാരീരിക വളർച്ചയ്ക്കും പ്രധാനമാണ്. നമ്മൾ ചെയ്യാത്തൊരു കാര്യമാണ്. പലരും ചെയ്യുന്നുണ്ട്, വെസ്റ്റേൺ കൺട്രീസിലൊക്കെ ചെയ്യുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ ആൾക്കാർ മുട്ട കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കോഴിയും കോഴിമുട്ടയായിട്ട് ബന്ധപ്പെട്ട് കാലങ്ങളായിട്ടുള്ള ഒരു ക്ലീശേ ചോദ്യം ഉണ്ടല്ലോ, കോഴിയാണോ മുട്ടയാണോ ആദ്യം ഉണ്ടായതെന്ന്. അതിൽ ശരിക്കും എവിടെയാണ് തീരുമാനമായി നിലനിൽക്കുന്നത്? ഇപ്പൊ നിലവിലെ അവസ്ഥ എന്താണ്? ഒരു മ്യൂട്ടേഷൻ ഉണ്ടാവണമല്ലോ. അമ്മയിൽ ഒരു മ്യൂട്ടേഷൻ ഉണ്ടാകുമ്പോഴാണ് പുതിയൊരു ജീൻ ഉണ്ടാവുന്നത്, ഒരു ജീനൊരു മാറ്റം ഉണ്ടാവുന്നത്. അതായത് അമ്മയിലൊരു മ്യൂട്ടേഷൻ, അതിൻ്റെ ജനിതക ടിഷ്യൂലൊരു മ്യൂട്ടേഷൻ നടന്നാലേ ഒരു മുട്ടയിലുണ്ടാവുള്ളൂ, ആ ഒരു ഇതിലുണ്ടാവുള്ളൂ. അപ്പം എപ്പോഴായാലും കുഞ്ഞാണ്, അതായത് മുട്ടയാണ് ആദ്യം ഉണ്ടായത്. മൃഗങ്ങളിൽ നിന്ന് മനുഷ്യനിലേക്കുള്ള ഒരു പരിണാമദശയിൽ നമ്മൾ കല്ലും മണ്ണും ഉള്ള ഭക്ഷണമൊന്നും കഴിക്കുന്നില്ല. അത് കുറഞ്ഞപ്പോഴാണല്ലോ അപ്പൻഡിക്സ് ലോപിച്ചു പോയത്. പക്ഷേ രോമം ഏത് സന്ദർഭത്തിലാണ് പരിണാമദശയിൽ നമുക്ക് നഷ്ടപ്പെടുന്നത്? അല്ല, ഇതിൻ്റെ അപ്പൻഡിക്സിൻ്റെ കാര്യം തന്നെ പറയുവാണെങ്കിൽ പഴയ കാലഘട്ടത്തിൽ ആളുകൾ കാർണിവോറസ് ആയിട്ടുള്ള ഡയറ്റാണ്. യഥാർത്ഥത്തിൽ നമുക്ക് ഫൈബർ ഡൈജഷൻ എന്ന് പറയുന്നത് 0 ആണ്. സെല്ലുലോസ് ദഹിപ്പിക്കില്ല. ഇതിൻ്റെ ദഹനം നമുക്ക് നടക്കുന്നില്ല. അതുകൊണ്ട് ഈ ഒറ്റ അറയുള്ള മോണോഗ്യാസ്ട്രിക് ആയിട്ടുള്ള സ്റ്റൊമക്കുള്ള ജീവികൾക്ക് സീക്കം എന്ന് പറയുന്ന ഈ അറയിൽ വെച്ചിട്ടാണ് നാര് ദഹിപ്പിക്കുന്നത്. നമുക്ക് ആ ഫംഗ്ഷൻ ഇല്ലാത്തതുകൊണ്ട് അത് ചുരുങ്ങി സീക്കം ഇല്ലാതെ ആയിട്ടാണ് നമ്മൾ ഈ അപ്പൻഡിക്സ് എന്ന് പറയുന്ന ഒരു ഓർഗനായിട്ട് മാറിയിരിക്കുന്നത്. രോമം ഏത് സന്ദർഭത്തിലാണ് നഷ്ടപ്പെടുന്ന പരിണാമത്തിൽ? ഉഷ്ണമേഖല പ്രദേശത്ത് ഒരു ഗ്രാസ് ലാൻഡിലാണ് നമ്മളുടെ ഹോമിനിഡ്സിൻ്റെ എവല്യൂഷൻ നടക്കുന്നത്. അപ്പോൾ അവിടെ പ്രത്യേകത എന്ന് വെച്ചാൽ വളരെ ചൂട് കൂടുതലുണ്ട്. അപ്പോൾ നമ്മൾ പുൽമേടുകൾ ജീവിക്കുന്നതിൻ്റെ അഡാപ്റ്റേഷനായിട്ട് നമുക്ക് രോമത്തിൻ്റെ തിക്നെസ് കുറയുകയാണ് ചെയ്യുന്നത്. രോമത്തിൻ്റെ എണ്ണം കുറഞ്ഞിട്ടില്ല, രോമത്തിൻ്റെ കനം കുറഞ്ഞു. അതെന്ന് പറയുന്നത് പെട്ടെന്ന് നമുക്ക് വിയർക്കാനും വിയർപ്പ് ആവിയായിട്ട് ശരീരം തണുക്കാനുള്ള ഒരു അഡാപ്റ്റേഷന് വേണ്ടിയിട്ടാണ്. അപ്പോൾ 2 കാര്യങ്ങളാണ്. ഒന്ന്, നമ്മൾ വെള്ളമുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് ജീവിക്കാൻ തുടങ്ങി. അപ്പോൾ അവിടെയുള്ള മൃഗങ്ങളെ ഹണ്ട് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ നമുക്ക് സ്ഥിരമായിട്ട് വെള്ളം കിട്ടുകയും വേണം. നമ്മൾ കുടിക്കുന്ന വെള്ളം ആവി ചെയ്ത് നമ്മളെ തെർമോ റെഗുലേഷൻ ചെയ്യുന്ന രീതിയിലേക്ക് വരുമ്പോൾ നമ്മുടെ രോമം ബോഡിയിൽ വളരെ തിന്നായിട്ട് മാറുകയാണ് ചെയ്യുന്നത്, നേർത്ത് പോവുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് ഫോസിൽസ് എല്ലാം കിട്ടിയിരിക്കുന്നത് ആഫ്രിക്കയിലെ റിഫ്റ്റ് വാലി പോലുള്ള പ്രദേശങ്ങളിലാണ്. നമ്മളെല്ലാവരും ആഫ്രിക്കക്കാരാണ്. ആ പുൽമേടുകളിലുള്ള ലൈഫാണ് മനുഷ്യനെ ഇവോൾവ് ചെയ്യിച്ചിരിക്കുന്നത്. കൊറോണ അല്ലെങ്കിൽ നിപ്പ പോലുള്ള രോഗങ്ങൾ, കുരങ്ങുപനി, ഇതൊക്കെ ജന്തുജന്യ രോഗങ്ങളാണല്ലോ. അപ്പം എനിക്ക് തോന്നുന്നു പബ്ലിക് ഹെൽത്തുമായി ബന്ധപ്പെട്ട് ഒരു വെറ്റിനറി ഡോക്ടറുടെ ഒരു പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിക്കേണ്ടതുണ്ടെന്ന് തോന്നുന്നു. അതിൽ പ്രധാനമായിട്ടും വെറ്ററി ഡോക്ടറുടെ പണി എന്ന് പറയുന്നത് 2 തരത്തിലാണ്. ഒന്ന് മൃഗങ്ങളുടെ വെൽഫെയർ, മറ്റൊന്ന് എന്ന് പറയുന്നത് മനുഷ്യനാവശ്യമുള്ള പ്രോട്ടീൻ്റെ ഉൽപ്പാദനം. അപ്പോൾ അതിന് മെയിനായിട്ടും പാലുൽപാദനവും മുട്ടയും മാംസോൽപാദനമാണ്. അപ്പോൾ ജീവികളെ വളർത്തലാണല്ലോ. ഡിസീസ് ഒന്നും ഇല്ലാതെ ഉൽപ്പാദിപ്പിക്കുക എന്നുള്ള ഉത്തരവാദിത്വം, അല്ലെങ്കിൽ അത് മോണിറ്റർ ചെയ്യുക എന്നുള്ള ഒരു ചുമതല വെറ്ററി ഡോക്ടർമാർക്കുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മൾ ഒരുപാട് ജീവികളെ പെറ്റ്സായിട്ട് വളർത്തുന്നുണ്ട്. അപ്പോൾ ആ ജീവികളിൽ നിന്നും മനുഷ്യന്മാർക്ക് അല്ലെങ്കിൽ നമ്മുടെ കൂടെ ജീവിക്കുന്ന ജീവികൾക്ക് രോഗങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കേണ്ടതാണ്. നമുക്ക് ഭക്ഷ്യാവശ്യത്തിന് വളർത്തുന്ന ജീവികളെയും നമ്മൾ പെറ്റ്സായിട്ടുള്ള വളർത്തുന്ന ജീവികളിൽ നിന്നും മനുഷ്യന് രോഗങ്ങളോ ഫുഡ് പോയ്സണിങ്ങോ വരാതിരിക്കാൻ നമ്മൾ സ്ക്രീനിങ് ഒക്കെ ആദ്യമായിട്ട് ചെയ്യുന്നത് വെറ്ററി ഡോക്ടർമാരാണ്. വെറ്ററി ഡോക്ടർ തന്നെയാണ് മൃഗങ്ങളെ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതും. പോസ്റ്റ്മോർട്ടം നമ്മൾക്കൊരു ശരിക്കും പറഞ്ഞാൽ ഒരു ബുക്ക് പഠിക്കുന്ന പോലെയാണ്. അതിനെ ഡിസെക്റ്റ് ചെയ്യുന്നതോടുകൂടി നമ്മൾ അതിൻ്റെ എല്ലാ അതിൻ്റെ പത്തോജനിസിസ്, രോഗം എങ്ങനെ വരുന്നു, ഏതാണെന്നൊക്കെ പെട്ടെന്ന് തന്നെ നമുക്കൊരു ക്ലൂ കിട്ടും. ആ തരത്തിൽ പുതിയ എന്തെങ്കിലും രോഗങ്ങൾ പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്? മിക്കവാറും എല്ലാ രോഗങ്ങളും, നമ്മളിപ്പോൾ പറയുന്ന പല രോഗങ്ങളും നമ്മൾ ഫസ്റ്റ് ആയിട്ട് മനുഷ്യൻ ഒരു ചേഞ്ചസ് ഒക്കെ കണ്ടുപിടിക്കുന്നത് പോസ്റ്റ്മോർട്ടത്തിലാണ്. ഒരു പ്രാവശ്യം ഞങ്ങൾ ക്ഷീണിച്ച ചത്ത ഒരാനയെ പോസ്റ്റ്മോർട്ടം ചെയ്തു. കാർക്കസ് ഓപ്പൺ ചെയ്തപ്പോഴാണ് ഞങ്ങൾക്കത് മനസ്സിലായത് ഇത് ട്യൂബർകുലോസിസ് ആണ്. കാരണം എല്ലാ ഓർഗൻസിനെയും അത് ബാധിച്ചിരിക്കുന്നു. എൻ്റെ തന്നെ ബ്രദർ ഡോക്ടർ അരുൺ സക്കറിയ അതിനെ അനലൈസ് ചെയ്തിട്ടാണ് അത് ഹ്യൂമൻ TB ആണ്, മനുഷ്യനിലുള്ള TB ആണ് കണ്ടുപിടിക്കുന്നത്. ഇപ്പം പലപ്പോഴും നമ്മൾ നാട്ടാനകൾക്കെല്ലാം ഹ്യൂമൻ TBകൾ, കാരണം പാപ്പന്മാർക്ക് അല്ലെങ്കിൽ ഈ ആന ഒരുപാട് ആളുകളായിട്ട് കോണ്ടാക്ട് ഉള്ളതുകൊണ്ട് ഹ്യൂമൻ TB ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള ഒരു കാരണമുണ്ട്. ഒന്നാമത് ആനകൾ ഇങ്ങനെ കഫ് ചെയ്യാറില്ല, അതിന് പ്ലൂറ എന്ന് പറയുന്ന ഒരു അറയില്ല, ശ്വാസകോശം അതിൻ്റെ ചെസ്റ്റുമായിട്ട് ചേർന്നിരിക്കുകയാണ്, കഫിങ് ഇല്ല. അപ്പോൾ അവർക്ക് എളുപ്പത്തിൽ ഇങ്ങനെ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പം ഒരു വൈൽഡ് ആനയ്ക്ക് സംബന്ധിച്ചോളം ഒരു മനുഷ്യനുള്ള TB കിട്ടുക എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഒരു ഷോക്കിംഗ് തന്നെയായിരുന്നു.
പിന്നീടും അദ്ദേഹത്തിന് ഒരുപാട് പിന്നെ TV കേസുകൾ കിട്ടിയിട്ടുണ്ട്. പോച്ചിങ് കേസുകൾ വല്ലതും വന്നിട്ടുണ്ടോ? ആൻഡ് വൈൽഡ് ലൈഫ് ഡിപ്പാർട്ട്മെൻറ്റുകാർ വളരെ വിജിലൻ്റ് ആയേണ്ടത്, പിന്നെ ആളുകളും വിജിലൻ്റ് ആയതുകൊണ്ട് അങ്ങനത്തെ ഒരു പോച്ചിങ് അങ്ങനെ കുറവാണ്. ഹ്യൂമൻ ആനിമൽ കോൺഫ്ലിക്റ്റായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കൃഷി സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെയുള്ള ചില പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ, ഇലക്ട്രോക്യൂഷനൊക്കെ ചെയ്യുമ്പോൾ ചില ജീവികൾ പന്നിയൊക്കെ ചാവും. എൻ്റെ സർവീസിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വൈൽഡ് ലൈഫ് പോസ്റ്റ്മോർട്ടം ഒരു ആനയുടെ പോസ്റ്റ്മോർട്ടവുമായി ബന്ധപ്പെട്ടിട്ടാണ്. വയനാട്ടിൽ മറ്റേ കേണിച്ചിറ ഭാഗത്തായിട്ട് ഒരു ഞായറാഴ്ച രാവിലെയാണ് ഒരു ആന ഒരു വയലിൽ ചരിഞ്ഞ് കിടക്കുന്നതായിട്ട് പറയുന്നത്. അതിൻ്റെ തലയിലൊരു ആഴത്തിൽ വെടിവെച്ചതുപോലുള്ള ഒരു ബുള്ളറ്റ് വൂണ്ട് ഉണ്ട്. അപ്പോൾ അത് വെടിവെച്ച് കൊന്നതാണെന്നുള്ള ഒരു അസംഷനിലാണ്. മസ്തകത്തിൻ്റെ മുകളിലാണ് വെടികൊണ്ടിരിക്കുന്നത്. അപ്പം ഒരു ഓൺ ഫൂട്ടായിട്ടൊന്നും ഒരിക്കലും ഒരാൾക്ക് അങ്ങനെ വെടിവെക്കാൻ പറ്റില്ല. ഒന്നിൽ മരത്തിൻ്റെ മുകളിൽ കയറിയിട്ടേ വെടിവെക്കാൻ പറ്റുള്ളൂ. മാത്രമല്ല അതിൻ്റെ കൊമ്പൊക്കെ അവിടെ ഉണ്ട്, ഇൻറ്റാക്റ്റാണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. മാത്രമല്ല ആനയുടെ തലച്ചോറ് എന്ന് പറയുന്നത് വളരെ ഉള്ളിലേക്കാണ്. അതിൻ്റെ പുറത്ത് നമ്മൾ കാണുന്ന പല ഭാഗങ്ങളും സൈനസുകളാണ്, വായു അറകളാണ്. അപ്പോൾ ഈ മുറിവുള്ളിരിക്കുന്നത് ഈ മുകളിലുള്ള ഈ സൈനസിൻ്റെ മുകളിലാണ്. അപ്പോൾ ഞാനൊരു ഇരുമ്പിൻ്റെ പ്രോബൊക്കെ വെച്ച് നോക്കുമ്പോൾ അത് അങ്ങോട്ട് ബ്രെയിനിലേക്കൊന്നും പോയിട്ടില്ല. അങ്ങനെ അത് ഡിസെക്റ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ ബുള്ളറ്റൊന്നും കിട്ടിയിട്ടില്ല. തലച്ചോറൊക്കെ ഞങ്ങൾ നോക്കിക്കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഞങ്ങൾക്ക് ഇതിനകത്ത് ഈ വൂണ്ട് ഉണ്ടാക്കിയതാണ്, അത് ബുള്ളറ്റല്ല. അല്ല, ബുള്ളറ്റ് ഇല്ല. അപ്പോൾ ഇവരെന്താ സംഭവം എന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഒരു പെനിട്രേറ്റഡ് വൂണ്ടാണെങ്കിൽ ആ മുറിവിൻ്റെ വായ ഉള്ളിലേക്കിരിക്കും, ഒരു ബുള്ളറ്റ് വൂണ്ടാണെങ്കിൽ. ഇത് പുറത്തേക്കായിരിക്കുന്നത്. അപ്പോൾ ഇയാൾ പിന്നെ കമ്പി കൊണ്ട് അടിച്ചിട്ട് വലിച്ചു ഊരിയപ്പോൾ ഇത് ഇവാട്ട് ചെയ്ത് വന്നിരിക്കുക. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ഇലക്ട്രോക്യൂഷനാണ്, എന്തോ പെട്ടെന്ന് ചത്തതാണ്. അപ്പോൾ അതിൽ നിന്ന് ആളുകളെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ട് വെടിവെച്ചാന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് അപ്പോൾ ഞങ്ങൾ പിന്നെ ഇൻറ്റേർണലായിട്ട് നോക്കിക്കഴിഞ്ഞപ്പോൾ ലിവറും മറ്റു ഓർഗൻസും തൊലിയുടെ അടിയിലൊക്കെ കണ്ടപ്പോൾ മനസ്സിലായി ഇത് ഇലക്ട്രോക്യൂഷനാണെന്ന് മനസ്സിലായി. പന്നി ഒരു വലിയ പ്രശ്നമാണ് ഇവിടെ. അപ്പോൾ ആ ഭാഗത്ത് ആന വരുന്ന ഒരു ശല്യമുള്ളതൊന്നുമല്ല. അപ്പോൾ അവർ പാരമ്പര്യമായിട്ടുള്ള നെല്ലുകൾ സംരക്ഷിക്കുന്ന കൃഷിക്കാരാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചോളം ഈ പോസ്റ്റ്മോർട്ടം കണ്ടുപിടിക്കുമ്പോൾ ഒരു കൃഷിക്കാരനാണ്, ഒരു നെല്ലൊക്കെ കൃഷി ചെയ്യുന്ന കൃഷിക്കാരനാണ് പ്രതിയാവുന്നത്. അതേസമയം നമ്മളെ കണ്ടുപിടിക്കാതിരുന്നു കഴിഞ്ഞാൽ നമ്മളുടെ ഒരു അല്ല കോമ്പിറ്റൻസി ഇല്ലാതാവുന്ന പ്രശ്നമുണ്ടല്ലോ. അപ്പോൾ നമുക്ക് അത് സത്യസന്ധമായിട്ട് നിന്നേ പറ്റുള്ളൂ. ശിക്ഷിച്ചോന്നറിയില്ല, എന്തായാലും അയാളെ അറസ്റ്റ് ചെയ്തു. അത് എനിക്കൊരു സങ്കടകരമായ ഒരു അനുഭവമാണ്. തവള എന്ന് പറയുന്നത് നമ്മുടെ അറിവിൽ 2 കൈയും 2 കാലും ഉള്ള ചാടിച്ചാടി പോകുന്ന ജീവിയാണല്ലോ. പക്ഷേ ഈ കുരുടി വിഭാഗത്തിൽപ്പെടുന്ന മണ്ണിര പോലെ ഷേപ്പിലുള്ള ചില തവളകളുണ്ട് എന്ന് ഈ അടുത്ത കാലത്ത് കണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഒരു വാസ്തവം, അതിനെ പറ്റിയിട്ടൊന്ന് പറയുമോ? ഇപ്പം നമ്മുടെ പശ്ചിമഘട്ടത്തിലും അതേപോലെ ട്രോപ്പിക്കൽ പ്രദേശത്തും പിന്നെ കാലുകളില്ലാത്ത, നിങ്ങൾ പറഞ്ഞ പോലെ കാലും കൈയും ഇല്ലാത്ത പാമ്പിനെ പോലെ മണ്ണിരയെ പോലെ വലിയ മണ്ണിരയെ പോലെ കാണുന്ന മണ്ണിനടിയിൽ ജീവിക്കുന്ന ഒരു ഉഭയജീവികളാണ് സിസിലിയൻസ് അല്ലെങ്കിൽ കുരുടികൾ എന്ന് പറയുന്ന ജീവികൾ. നമുക്ക് സാധാരണ കുരുടി പാമ്പ് എന്ന് പറയുന്ന ഒരു ജീവിയുണ്ട്. അപ്പോൾ നമ്മളുടെ ഷീൽ ടെയിൽ എന്നൊക്കെ പറയുന്ന ജീവികളിൽ മെലനോഫീഡിയം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതിനെ നമ്മൾ ശ്രദ്ധിച്ചാൽ അതിൻ്റെ പുറത്ത് ഇങ്ങനെ ചെതുമ്പൽ കാണാം. തലയൊന്നും വ്യക്തമല്ലെങ്കിലും ചെതുമ്പൽ കാണാം. ഈ കുരുടികൾക്ക് നമുക്ക് തല വ്യക്തമല്ല. അതിൻ്റെ മണ്ണിൻ്റെ അടിയിൽ ജീവിക്കുന്നതുകൊണ്ട് അതിന് സൂക്ഷ്മമായ കണ്ണായിരിക്കും. പക്ഷെ നമ്മൾ നോക്കുമ്പോൾ മണ്ണിരയുടെ പോലുള്ള റിങ്സ് ഉണ്ടാവും, ഇങ്ങനെ വളയങ്ങളുണ്ടാവും അതിന് ചുറ്റും. അതിന് ഒരു നട്ടലും നമുക്ക് പുറത്ത് കാണില്ലെങ്കിലും നട്ടലുള്ള ജീവികളാണ്. തവളകളുടെ പ്രത്യേകത എന്താ? അവർക്ക് പ്രത്യുൽപാദനത്തിന് ജലാശയത്തിനടുത്ത് പോയി മുട്ടയിടും. പിന്നെ അതിനൊരു ലൈഫ് സൈക്കിൾ ഉണ്ടല്ലോ. ഇവർക്ക് ഇതേപോലെ ഇലത്തവള പറഞ്ഞ പോലെ ജെല്ലി പോലുള്ള മുട്ടകളാണ്. അത് കൊലയായിട്ട് ഈ സ്ട്രീംസിൻ്റെ അടുത്തൊക്കെ പോയിട്ടാണ് അവർ മുട്ടയിടുക. അപ്പോൾ നമ്മൾ ആ മുട്ട ഡെവലപ്പ് ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ പിന്നെ മീനിൻ്റെ പോലുള്ള ശ്വാസം വലിക്കാനുള്ള ഗില്ലുകളൊക്കെ ഉണ്ടായിട്ട് വാലൊക്കെ പരന്ന് വെള്ളത്തിൽ ജീവിക്കാനുള്ള ഒരു അക്വാട്ടിക്, കാരണം ഇത് കരയിലാണ് ജീവിക്കുന്നതെങ്കിലും അതിനുള്ള ഒരു അഡാപ്റ്റേഷൻ ഉണ്ടാവും. എന്നിട്ട് ഈ കുഞ്ഞുങ്ങൾ വിരിഞ്ഞിട്ട് സ്ട്രീമുകളിലാണ് ജീവിക്കുന്നത്. പിന്നെ അവർ വലുതാവുമ്പോൾ അതിൻ്റെ പരിണാമദശ രൂപാന്തരണം കംപ്ലീറ്റ് ആകുമ്പോൾ അത് തിരിച്ച് മണ്ണിൻ്റെ ഉള്ളിലേക്ക് പോകും. പല്ലിയെ പോലുള്ള ചില ഉഭയജീവികളുണ്ട്, പിന്നെ സാലമാൻഡറുകൾ, ന്യൂട്ടുകൾ എന്നൊക്കെ പറയും. അപ്പം നമുക്ക് ഹിമാലയത്തിൽ 2 സ്പീഷീസ് ന്യൂട്ടുകളുണ്ട്. നമ്മളെ കേരളത്തിലൊന്നുമില്ല. കുറച്ച് തണുപ്പുള്ള ആൽപൈൻ ക്ലൈമറ്റിലാണ് അങ്ങനത്തെ ജീവികൾ യൂറോപ്പിലും അമേരിക്കയിലൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ അതുണ്ട്.
നമുക്ക് അങ്ങനത്തെ പശ്ചിമഘട്ടത്തിലൊന്നും അങ്ങനത്തെ ജീവികളില്ല. ചില സെമിനാർസിൽ താങ്കൾ തവളകളെ എക്കോ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അത് തവളകൾ എക്കോ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത്? ശ്വാസകോശത്തിൽ കൂടെ മാത്രമല്ല, അതിന് സ്കിന്നിൽ കൂടെ ശ്വസിക്കാൻ പറ്റും. അപ്പോൾ സ്കിൻ എപ്പോഴും മോയ്സ്ചർ ആയിരിക്കണം, അപ്പോഴേ ആ ഓക്സിജൻ എക്സ്ചേഞ്ച് നടക്കുള്ളൂ. അപ്പം നല്ല മോയ്സ്ചറൊക്കെ ഉള്ള, നല്ല ഈർപ്പമുള്ള, നല്ല അന്തരീക്ഷത്തിൽ അവർ ഉണ്ടാവുള്ളൂ. അതേപോലത്തെ ഇപ്പോൾ അന്തരീക്ഷ മലിനീകരണം ഉണ്ടെങ്കിൽ, ഇപ്പോൾ രാസവസ്തുക്കളുടെ സാന്നിധ്യം ഉണ്ടെങ്കിൽ അതും ഓക്സിജൻ്റെ കൂടെ ഇതിൻ്റെ സ്കിന്നിലേക്ക് വരും. കീടനാശിനികളോ അങ്ങനെയൊക്കെ സാന്നിധ്യങ്ങളുണ്ട്. അപ്പം ഒരു സ്ഥലത്ത് തവളകളുടെ വൈവിധ്യം കൂടുതലുണ്ട് അർത്ഥം അതിന് അതിനെ പറ്റിയ ഒരു നല്ല അന്തരീക്ഷം അവിടെ ഉണ്ട് എന്നുള്ളതാണ് പൊല്യൂഷൻ. അത് മാത്രമല്ല, ഓരോ തവളകളും ഓരോ മൈക്രോ ക്ലൈമറ്റിനും സൂക്ഷ്മ ആവാസ വ്യവസ്ഥകൾക്കും അഡാപ്റ്റ് ചെയ്തതാണ്. അപ്പം പ്രത്യേകിച്ച് മരത്തവളകൾ. അപ്പം നമ്മളിപ്പം കൽപ്പറ്റ ഈ വയനാട്ടിൽ കാണുന്ന തവള നീലഗിരിയിൽ ഉണ്ടാവില്ല. കാരണം ആ എലിവേഷൻ്റെ അകത്ത് വേറെ വിൻഡ്, കാറ്റിൻ്റെ സ്പീഡ് കൂടുതലാണ്, അവിടെ തണുപ്പ് കൂടുതലാണ്. കോഴിക്കോട് ഭാഗത്തേക്ക് വരുമ്പോൾ കുറച്ചുകൂടി ചൂട് കൂടുതലായിരിക്കും. അപ്പോൾ അവിടെ അഡാപ്റ്റ് ചെയ്തിരിക്കുന്നത് ഓരോന്നായിരിക്കും. അപ്പോൾ ഓരോ തവളകളും ഓരോ മൈക്രോ സിസ്റ്റത്തിന് അഡാപ്റ്റഡ് ആണ്. ചില തവളകൾ ഈ പറയുന്ന ഹയർ എലിവേഷൻ മുതൽ ഇന്ത്യയിൽ മുഴുവൻ കാണുന്ന തവളകളുണ്ട്. കേരളത്തിൻ്റെ തവളയായിട്ട് ഒരു പക്ഷേ ഭാവിയിൽ സംസ്ഥാന തവള എന്നൊക്കെ പറയാൻ സാധ്യതയുള്ളതെന്ന് പറഞ്ഞിട്ടുള്ള ചർച്ചകൾക്ക് തുടക്കമിട്ടപ്പോഴേ പാതാളത്തവളയുടെ പേര് ഉയർന്നു വന്നിരുന്നു. താങ്കളുടെ ഒരു അഭിപ്രായത്തിൽ, താങ്കൾ ഒരുപാട് തവളകളെ പറ്റി പഠിച്ചിട്ടുള്ള ഒരാളാണല്ലോ, അപ്പം സംസ്ഥാന തവളയായിട്ട് താങ്കൾ ഏത് തവളേനെയായിരിക്കും പരിഗണിക്കുക? അതൊരു ട്രിക്കി ക്വസ്റ്റ്യനാണ്. പാതാള തവള സംബന്ധിച്ചോളം ഞങ്ങളതിൻ്റെ റീപ്രൊഡക്ഷനൊക്കെ ചെയ്ത വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ബിഹേവിയറും ഒക്കെ പ്രജനന രീതിയൊക്കെ ഉള്ള ഒരു തവളയാണ്. പക്ഷേ സാധാരണ എത്ര പേര് ഈ തവളേനെ കണ്ടിട്ടുണ്ട്? പശ്ചിമഘട്ടത്തിൽ ജൈവവൈദ്യത്തിന് ഒരു ലോകത്തിനിടയിൽ ചർച്ചയാക്കിയത് ഈ പാതാള തവളയുടെ ഈ കണ്ടുപിടുത്താണ്. നേച്ചറിലാണ് ഇത് പബ്ലിഷ് ചെയ്ത്. ആ നിലയ്ക്ക് അത് ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ സാധാരണ ആളുകളെ സംബന്ധിച്ചോളം ഇതൊരു പ്രധാനപ്പെട്ട തവളയല്ല. അപ്പോൾ അത് വിശദമായി ചർച്ച ചെയ്തിട്ട് കണ്ടുപിടിക്കേണ്ട സാധനമാണ്. എനിക്കൊക്കെ ക്യൂരിയസ് ആയിട്ടുള്ളത് പച്ചിലപ്പാറ എന്ന് പറയുന്ന റാക്കോഫോറസ് മലബാറിക്കസ് ആണ്. മലബാറിലെ ആളുകൾക്ക് വളരെ മണവാട്ടി തവളയാണ്. കാരണം അവരെ കൾച്ചറായിട്ട് ബന്ധപ്പെട്ട ഒരു തവളയാണ്. കൂടുതൽ ആളുകളായിട്ടും കുട്ടികളായിട്ടും ജനങ്ങളായിട്ടും ചർച്ച ചെയ്തിട്ട് തീരുമാനിക്കേണ്ട ഒരു വിഷയമാണത്. ഫ്രോഗ്മാൻ എന്നറിയപ്പെടുന്ന ഡോക്ടർ സത്യഭാമ ബിജുയുടെ കൂടെ പാതാളത്തവളേനെ കണ്ടെത്തുന്നതിൽ ഭാഗഭാക്കായിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അതിൻ്റെ ഒരു അനുഭവങ്ങളെ കുറിച്ചൊന്ന് പറയുമോ? ഞാൻ 96-97 കാലഘട്ടത്തിലാണ് ഡോക്ടർ എസ് ബിജുവിനെ പരിചയപ്പെടുന്നത്. അദ്ദേഹം അന്ന് തിരുവനന്തപുരം ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡനിലെ ഒരു ശാസ്ത്രജ്ഞനായിരുന്നു. അപ്പോൾ പിന്നീട് ഞാനും പുള്ളിക്കാരനും കൂടി ഒരുപാട് യാത്രകൾ പശ്ചിമഘട്ടത്തിൽ നടക്കുകയൊക്കെ ചെയ്തു. ബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ PhDക്ക് പോകുന്ന സമയത്താണ് അദ്ദേഹം പാതാള തവളയെ പറ്റി പഠിക്കുന്നതും. ആ കണ്ടുപിടുത്തത്തിൽ എനിക്ക് യഥാർത്ഥത്തിൽ പങ്കൊന്നുമില്ല. ഞാൻ കണ്ടിട്ടുണ്ടെന്നേ ഉള്ളൂ അദ്ദേഹത്തിനോട്. പിന്നീട് അതിൻ്റെ പ്രജനനം, അതിൻ്റെ ബ്രീഡിങ്ങിനെ പറ്റിയിട്ട് പഠിച്ചത് ഞാനും അന്ന് ഞങ്ങളെ കൂടെ ഉണ്ടായിരുന്ന ചില കോവർക്കേഴ്സ് കൂടിയാണ്. കാഴ്ചയിൽ തന്നെ അതൊരു പല ആളുകൾക്ക് തവളയാണെന്ന് തോന്നുന്നില്ല, ഒരു ആമയെ പോലെയൊക്കെ തോന്നുന്ന ഒരു ജീവിയാണത്. അത് മണ്ണിൻ്റെ ഉള്ളിലാണ്, സബ്റ്ററേനിയനായിട്ട് മണ്ണിൻ്റെ ഉള്ളിലാണ് അത് ജീവിക്കുന്നത്. മണ്ണിൻ്റെ ഉള്ളിൽ ടണൽ ഉണ്ടാക്കി അതിലൂടെ ചെറിയ മൈറ്റ്സുകളുണ്ട്, ചെറിയ പ്രാണികളുണ്ട്, അങ്ങനെ അതിനെയൊക്കെ തിന്ന് ജീവിക്കുന്ന ഒരു തവളയാണ്. നമ്മുടെ കാലവർഷത്തിൻ്റെ ആദ്യത്തെ മഴയോട് അനുബന്ധിച്ചാണ് ഇവർ പുറത്തു വരിക. ആ സമയത്ത് ഇതിൻ്റെ ശബ്ദം, ഇത് വിളിക്കുന്നത്, സാധാരണ ശബ്ദം എന്ന് പറയുന്നത് ആൺതവളകൾ പ്രത്യുൽപാദനത്തിന് പെണ്ണുങ്ങളെ വിളിക്കുന്നതാണ് നമ്മളെ തവളയുടെ കരച്ചിലായിട്ട് നമ്മൾ പറയുന്നത്. യഥാർത്ഥത്തിൽ അതൊരു കരച്ചിലല്ല, ഒരു പ്രേമാഭ്യർത്ഥനയാണ്, വെയിറ്റിംഗ് കോളാണ്. എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന മേലുകാവിലുള്ള വയനാട്ടിൽ വർക്ക് ചെയ്യുന്ന ഡോക്ടറാണ്. അപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ ഈ തവള ഉണ്ട്. ഇപ്പോൾ പതാൾ എന്നാണ് അതിന് പേര് പറയുന്നത്. പതാളത്തവള എന്നല്ല, പതാൾ എന്നാണ് പറയുന്നത്. പെൺതവളകളാണ് പതാൾ എന്ന് വിളിക്കുന്നത്. ആൺതവളകൾ അവർ കുറുവൻ എന്നാണ് വിളിക്കുന്നത്. എന്താണ് കുറുവൻ? അത് കുറുവ അങ്ങനെ ഒരു ശബ്ദം ഉണ്ടാക്കുന്നുണ്ടായിരിക്കണം. എന്തായാലും വേറെ തവളകൾക്കൊന്നും അങ്ങനെ സെക്ഷൽ ഡൈമോർഫിസത്തിന് ഇങ്ങനെ പേരുകൾ നമ്മുടെ കേരളത്തിലില്ല. എവിടെയാണ് അത് മുട്ടയിടുന്നതെന്ന് ആൾക്കാർക്ക് കണ്ടിട്ടില്ല. പക്ഷെ അതിൻ്റെ വാൽമാക്രികൾ, ടാഡ്പോൾസ് എന്ന് പറയുന്ന സാധനങ്ങൾ ഞങ്ങൾ കണ്ട സ്ട്രീംസിലാണ്. അത് ആൾക്കാർ പിടിക്കാറുമുണ്ട്. ലോക്കലായിട്ടുള്ള ആളുകൾക്കും ആദിവാസികൾക്കും ഈ തവളകളെ പണ്ട് മുതലേ അറിയാം. കാര്യം അവരിതിനെ പിടിച്ച് കഴിക്കാറുണ്ട്. മൺസൂണിൻ്റെ തൊട്ട് മുമ്പുള്ള ആ പ്രീ മൺസൂൺ, ഏപ്രിൽ മെയ്യിലുള്ള ആ മഴയിലാണ് ഇവർ ഇണചേരുന്നതും മുട്ടയിടുന്നതും ഞങ്ങൾ മനസ്സിലാക്കുന്നത്. പിന്നെ അതിൻ്റെ ടാഡ്പോൾ ഡെവലപ്മെൻറ്റ്സ് എല്ലാം ഞങ്ങൾ പഠിക്കുന്നു. അത് ഞങ്ങളൊരു പേപ്പറായിട്ട് പബ്ലിഷ് ചെയ്യുന്നുണ്ടായി. അപ്പോൾ പല സ്ഥലങ്ങളിലും ഇപ്പോൾ വാഴച്ചാൽ ഭാഗത്ത് മഴ വേറെ ആയിരിക്കും. അപ്പോൾ ഓരോ സ്ഥലത്തും മഴ അനുസരിച്ച് മീറ്റിംഗ് ഡേ വ്യത്യാസം ഉണ്ടാവും. പക്ഷേ ഒരു ദിവസമാണത് ആ പ്രദേശങ്ങളിൽ ഇറങ്ങി
അത് ആൺതവളകൾ വിളിച്ചുകൊണ്ടിരിക്കും. ഈ നല്ല എക്സ്ട്രീം ആ ബെഡ് റോക്ക് നനയുന്ന സമയത്താണ് ഈ പെൺതവള പുറത്ത് വരികയും ഈ ടണലിൽ നിന്ന് പുറത്ത് വന്ന ആംബ്ലക്സസ് ഈ മേറ്റ് ചെയ്ത് ആംബ്ലക്സസ് എന്നാണ് പറയുക. സാധാരണ ഞങ്ങളും വിചാരിച്ചിരുന്നത് പല തവളകളും മണ്ണ് കുഴിച്ചു പോകുന്ന ഒരുപാട് തവളകളുണ്ട്. ഈ തവളകൾക്കും അങ്ങനെ ഒരു അഡാപ്റ്റേഷൻ ഉണ്ട്. അതിൻ്റെ പുറകിലെ കാലിൽ ഒരു കോരി പോലെ ഒരു സാധനമുണ്ട്, ഒരു ഓർഗനുണ്ട്. അത് വെച്ച് അത് തുരന്ന് പുറകോട്ടാണ് അത് പോവുക. അപ്പം നമ്മളൊരു മണ്ണിൽ ഈ തവളയെടുത്ത് വെക്കുകയാണെങ്കിൽ നിമിഷങ്ങൾക്കകം അത് തുരന്ന് ഉള്ളിലേക്ക് പോകും. അപ്പോൾ റാൻഡമായിട്ട് മണ്ണിൻ്റെ ഉള്ളിൽ പോയി ജീവിക്കാമെന്നാണ് ഞങ്ങൾ വിചാരിച്ചിരുന്നത്. പിന്നീട് ഞങ്ങളുടെ ഒരുപാട് പഠനത്തിലാണ് മനസ്സിലാക്കിയത് ഇത് പലതരം ടണലുകൾ ഉണ്ടാക്കിയിട്ട് ഈ മഴക്കാലമാകുമ്പോൾ ഈ ടണലിൻ്റെ വാതുക്കൽ വന്ന് ഇവർ വിളിക്കും. ഇപ്പോൾ നമ്മുടെ ഒരു കാൽപ്പെരുമാറ്റം കേട്ട് കഴിഞ്ഞാൽ അവർ ടണലിൻ്റെ ഉള്ളിലേക്ക് പോവും, മിണ്ടാതിരിക്കും. മണ്ണിലെ ചെറിയ വൈബ്രേഷൻ പോലും അവർക്ക് അറിയാൻ പറ്റും. സ്ഥിരമായിട്ട് വെള്ളം ഒഴുകാതെ ഒരു വർഷത്തിൽ ഒരു 6 മാസമൊക്കെ മഴ പെയ്യുന്ന അരുവികളിലാണിത് ബ്രീഡ് ചെയ്യുള്ളൂ. കാരണം അവിടെ മീനിൻ്റെ കുഞ്ഞുങ്ങളോ മീനുകളോ ഒന്നും ഉണ്ടാവരുത്. കാരണം ഈ മുട്ടയിടുമ്പോൾ ഇതിൻ്റെ ന്യൂട്രീഷ്യസ് എക്സാണ്, അത് തിന്നാൻ പാടില്ല. അപ്പോൾ അങ്ങനത്തെ ഫ്രഷ് ആയിട്ടുള്ള ഒരു സ്ട്രീമിലാണ് ഇവർ മുട്ടയിടുന്നത്. അപ്പോൾ അങ്ങനത്തെ പുൽമേടുകളിലും കാടൊക്കെ തുടങ്ങുന്നിടത്തുള്ള ഫസ്റ്റ് ഓർഡർ സ്ട്രീം എന്ന് പറയും, ആ സ്ട്രീമിൽ ആണ് ഇവർ മുട്ടയിടുന്നത്. 3 മാസം കൊണ്ട് അതിൻ്റെ ലൈഫ് സൈക്കിള് കംപ്ലീറ്റ് ചെയ്ത് അത് വീണ്ടും മണ്ണിലേക്ക് കയറിപ്പോകും. മുട്ടയിട്ട തവളകളും തിരിച്ച് മണ്ണിൻ്റെ ഉള്ളിലേക്ക് തന്നെ പോകും. ഈ പ്രജനന സമയം വർഷത്തിൽ ഒരിക്കൽ ഒരു ദിവസം ആയതുകൊണ്ടേ ആ സമയത്ത് എങ്ങനെയാണ് നിങ്ങൾക്ക് ഗവേഷകർക്ക് എങ്ങനെ എത്തിപ്പെടാൻ പറ്റുക? ഇടുക്കി വരെ ഞങ്ങൾ ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓരോ പ്രാവശ്യവും പിന്നെ ഇതിൻ്റെ കോൾ കേൾക്കുമ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ടാക്സിയൊക്കെ എടുത്തിട്ട് പോകും. ഉളുപ്പുണി എന്ന് പറഞ്ഞ സ്ഥലത്ത്, അതായത് നമ്മുടെ മൂലമറ്റം ഡാമിൻ്റെ മുകളിൽ ഞങ്ങൾ അവിടെ ഒരു ട്രൈബൽ സെറ്റിൽമെൻറ്റിലാണ് പോകുന്നത് നമ്മൾ. അപ്പോൾ ഇതിൻ്റെ തവളകളുടെ ഒച്ച നമുക്ക് കേൾക്കാൻ തുടങ്ങി, ഇങ്ങനെ അല വരാൻ തുടങ്ങി. അപ്പോൾ പറഞ്ഞു ഇപ്പോൾ മിന്നലാണ്, പുറത്തിറങ്ങേണ്ട, ഞങ്ങൾ തവള കുടിച്ചുകൊണ്ട് തരാറുണ്ട്. ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പം ഒരു മഗ് ബക്കറ്റ് പോലെ ഒരു ചെറിയ സാധനത്തിൻ്റെ അകത്ത് കുറേ നാസിക ബട്ടറൊക്കെ സേനയും കൊണ്ടാണ് അവർ വന്നത്. അത് അതിനകത്തിരുന്ന് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറയും എനിക്ക് ഇങ്ങനെ കണ്ടാൽ പോരാ, നമുക്ക് ഫീൽഡിൽ പോയി കാണണം. അങ്ങനെ അവർ നോക്കിയപ്പോൾ അവരെന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ വളരെ ഫാസ്റ്റാണ്, അവരുടെ അനക്കം കേൾക്കുമ്പോഴേക്ക് ഈ പൊത്തുന്നത് ഉള്ളിലേക്ക് പോകും. അപ്പോൾ അവർ കൈക്കോട്ടുകൊണ്ട് ഈ ടണൽ ഈ വെട്ടി മണ്ണിങ്ങോട്ട് മറക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് അവർ പിടിക്കുന്നത്, മണ്ണോടെങ്ങനെ എടുക്കുകയാണ് ചെയ്യുന്നത്. എന്തായാലും ഞങ്ങൾ വളരെ ക്ഷമയോടെ ശബ്ദം ഉണ്ടാക്കാതിരുന്ന് ഞങ്ങൾ ആ തവളകളുടെ കോളിംഗ് എല്ലാം റെക്കോർഡ് ചെയ്തു. അങ്ങനെയാണ് ഇതിൻ്റെ യഥാർത്ഥത്തിൽ കോളി നമ്മൾ ഫീൽഡിൽ ഒരു ഗവേഷകൻ ആദ്യം കാണുന്നത് ചിലപ്പം ഞാനായിരിക്കും കേൾക്കുന്നത്. കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് അതിൻ്റെ ബ്രീഡിങ് ഞങ്ങൾക്ക് മനസ്സിലാവുന്നത്, അതിൻ്റെ രഹസ്യം മനസ്സിലാകുന്നത്. ആ ബ്രീഡിങ്ങിന് എന്തെങ്കിലും പ്രത്യേകതകളുണ്ടോ മറ്റു തവളകളുമായി താരതമ്യം ചെയ്യുമ്പോൾ? പെൺതവള വളരെ വലുതായിരിക്കും. അത് മുട്ടയിട്ട് കഴിഞ്ഞാൽ അത് ചുരുങ്ങി പോകും. കാരണം അതിൻ്റെ ബോഡിയിലുള്ള എല്ലാ റിസർവും മുട്ടയാക്കി മാറ്റിയിട്ടുണ്ടാവും. അത് മണ്ണിൻ്റെ ഉള്ളിൽ ജീവിക്കുന്ന സമയത്ത് മുഴുവൻ ഇത് തിന്നിട്ട് അത് ഒരുപാട് ഫാറ്റ് ഉണ്ടാക്കും. പിന്നെ അത് മുട്ടയായിട്ട് 100 കണക്കിന് മുട്ട ഉണ്ടാവും. അതെല്ലാം നല്ല യോഗ്ഡായിട്ടുള്ള യെല്ലോ മഞ്ഞ കളറുള്ള മഞ്ഞക്കൊരു കൂടുതലുള്ള മുട്ടകളാണ്. ആ ടാഡ്പോൾ ഡെവലപ്മെൻറ്റിനുള്ള എല്ലാ സാധനവും റിസർവും ആ മുട്ടയ്ക്കകത്തുണ്ടാവും, വാൽമാക്രിയുടെ ഇനീഷ്യൽ സ്റ്റേജിലുള്ളത്. അപ്പം മറ്റ് പല തവളകളും എന്ന് പറയുന്നത് മുട്ടയിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കുഞ്ഞുങ്ങൾ വിരിഞ്ഞ് അത് ആൽഗയൊക്കെ തിന്ന് വളരുകയാണ്. ഇവരതേസമയം കുറച്ച് കാലം കൂടുതൽ ആ യോക്ക് ഉപയോഗിക്കുന്നു, ന്യൂട്രീഷൻ യോക്ക് ഉപയോഗിക്കുന്നു. അപ്പോൾ അതിന് ഒരുപാട് പ്രഡേറ്റേഴ്സ് ഉണ്ട്. ഈ മുട്ട തിന്നാൻ വരുന്ന ആ സമയത്ത് വരാൻ പാമ്പുകൾ വരുന്നുണ്ട്. അതുകൊണ്ടാണ് മീനുകളില്ലാത്ത സ്ഥലങ്ങളാണ് അവർ സെലക്ട് ചെയ്യുന്നത്. പിന്നെ പ്രത്യേകിച്ച് അത് മൺസൂണുമായിട്ട് കോയിൻസൈഡ് ചെയ്തിട്ട് നമ്മളത് ആലോചിച്ച് നോക്കണം. ഈ ഫസ്റ്റ് മൺസൂണിലേക്ക്, കാരണം പിന്നെ ഈ കുഞ്ഞുങ്ങൾ വളർന്ന് ഈ പാറപ്പുറത്തുള്ള ഷീറ്റ് റോക്കിൻ്റെ മുകളിലുള്ള പായലുകൾ ആൽഗെ തിന്നിട്ടാണ് വളരുന്നത്. ആദ്യം തന്നെ വലിയ രീതിയിൽ മഴ പെയ്തിരുന്നാൽ ഈ മുട്ടകൾ വാഷ് ചെയ്തു പോകും. അപ്പം ചെറിയ മഴയെ തന്നെ അത് ബ്രീഡ് ചെയ്യുള്ളൂ. പിന്നെ അപ്പോഴേക്ക് കുഞ്ഞുങ്ങളെ ഡെവലപ്പ് ചെയ്തു, ഈ ഷീറ്റ് റോക്കിൽ വളർന്നു. പിന്നെ ആദ്യം ആ ബ്രീഡ് ചെയ്ത സമയത്ത് പിന്നെ മഴ വന്നില്ല, മുട്ട മുഴുവൻ ഉണങ്ങി നശിക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ എത്രയോ കാലത്തെ പരിണാമത്തിന് ശേഷമാണ് അവർ ഇങ്ങനത്തെ ഒരു ബാലൻസ് ചെയ്തിട്ടുള്ള ഒരു പ്രീ മൺസൂൺ റെയിനിലേക്ക് അത് ഇവോൾവ് ചെയ്ത് വന്നിരിക്കുന്നത്. ഈ സാധാരണക്കാരെ സംബന്ധിച്ച് ആംഫീബിയൻസിൻ്റെ ഇടയിൽ തവളകളെ ഭയങ്കര ഒരു ക്യൂരിയസ് ഉള്ള ഒരു ജന്തു ആക്കുന്നത് അതെപ്പോഴും ഒരു പലതരം സ്റ്റേജുകൾ അതിനുണ്ട് എന്നുള്ളതാണ്. ഇപ്പം പൂമ്പാറ്റയുടെ കാര്യത്തിലാണെങ്കിൽ കാറ്റർപില്ലർ, പ്യൂപ്പ ഒക്കെ പോലെ വാൽമാക്രി എന്ന് പറഞ്ഞൊരു സ്റ്റേജിൽ നിന്നാണ് അത് പിന്നീട് തവളയാവുന്നത്. അപ്പോൾ ഈ തവളകളിൽ വാൽമാക്രികൾ എന്നൊരവസ്ഥ ഇല്ലാത്ത തവളകളുണ്ടോ? ഇപ്പോൾ വാൽമാക്രി ദശ എന്ന് പറയുന്ന ഒരു മീനിനെ പോലെയാണ്. അതൊരു മുട്ട വിരിഞ്ഞ ഒരു ചെറിയ ലാർവയാവും. പിന്നെ അത് മീൻ കുഞ്ഞിനെ പോലെ കുറേ കാലം ജീവിക്കും. അപ്പോൾ ആ സമയത്ത് കൂടുതൽ തിന്നുന്നത് ഈ ആൽഗ അങ്ങനെയുള്ള സാധനങ്ങളാണ്. ചില വാൽമാക്രികൾ ഈ
ചെറിയ പ്ലാങ്ക്ടൺസ് പോലുള്ള ജീവികളെ കഴിക്കുന്നുണ്ട്. ചിലത് ചത്ത ജീവികളൊക്കെ തിന്നുന്നുണ്ട്. ചില വാൽമാക്രികൾ വളരെ കാർണിവോറസ് ആയിട്ട് മറ്റ് വാൽമാക്രികൾ മീനൊക്കെ തിന്നുന്ന വാൽമാക്രികളുണ്ട്. പിന്നീട് അവർക്ക് കുറേശ്ശെ കഴിയുമ്പം അത് വലുതായിട്ട് വരുമ്പോൾ അതിനിങ്ങനെ കാല് വളരും. പിന്നെ ഒരു സുപ്രഭാതത്തിൽ ഈ ഫ്രണ്ടിൽ കൈ വളരും. കൈ വളരുന്നതോടുകൂടി വാല് ചുരുങ്ങാൻ തുടങ്ങും. ചുരുങ്ങി അതൊരു തവളക്കുഞ്ഞായിട്ട് ഇങ്ങനെ കയറി വരും. അപ്പം നമ്മുടെ നാട്ടിൽ അതേസമയം ഈ ട്രോപ്പിക്കലായിട്ട് ഇക്വറ്റോറിയൽ പ്രദേശങ്ങളിലൊക്കെ 10 മാസവും മഴയും നല്ല മോയ്സ്ചറും മിസ്റ്റൊക്കെ ഉള്ള എൻവയോൺമെൻറ്റിൽ വേറെ ചില തവളകൾ ഉണ്ടായിട്ടുണ്ട്. അവർ പറയുന്ന ഈ ഇലത്തവളകൾ എന്ന് പറയുന്ന ചെറിയ തവളകൾ, ബുഷ് ഫ്രോക്സ്. അവരുടെ പ്രത്യേകത എന്ന് വെച്ചാൽ അവർ ഈ മുട്ടയിടുന്നത് ജലാശയത്തിലല്ല. മുട്ടയിടണമെങ്കിൽ നല്ല മഴ പോലുള്ള നല്ല ഈർപ്പം നിറഞ്ഞ ഒരു അന്തരീക്ഷം വേണം. മഴക്കാലത്താണ് അത് സംഭവിക്കുന്നത്. അത് പിന്നെ ലീഫ് ലിറ്ററിലോ മോസൊക്കെ മരത്തിൻ്റെ ബാർക്കിൻ്റെ ഇടയിൽ പൊത്തിലൊക്കെയാണ് അത് മുട്ടയിടുന്നത്. അപ്പോൾ ജെല്ലി പോലുള്ള നമ്മുടെ മീൻ ഗുളിക പോലുള്ള മുട്ടകളായിരിക്കും. അതിനുള്ളിൽ നമ്മൾ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ മുട്ട ഡെവലപ്പ് ചെയ്ത് തവളക്കുഞ്ഞായിട്ട് തന്നെയാണ് വരുന്നത്. വാൽമാക്രി ദേശമില്ല. അത് ആ ജീനസിൽ പെടുന്ന പലതരം തവളകളുണ്ട്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ കാണുന്നത് റാവോർക്കസ്റ്റസ് ജീനസിൽ പെടുന്ന ഇലത്തവളകളാണ്. 55ഓളം തവളകൾ നമ്മുടെ പശ്ചിമഘട്ടത്തിലുണ്ട്. ഈ ഇലത്തവളകൾക്ക് വാൽമാക്രികളില്ല. വാൽമാക്രി എന്ന് പറയുന്ന വെള്ളത്തിൽ ജീവിക്കുന്ന ദശയില്ല. അപ്പോൾ ഈ ജെല്ലിക്കുള്ളിൽ അത് ഒരു കുഞ്ഞായിട്ട് വരുവാണ് ചെയ്യുന്നത്. തവളയുടെ ജീവചക്രം, അതിൻ്റെ ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത് അതിൻ്റെ പരിണാമം കാണിക്കുകയാണ്, ജൈവ പരിണാമം. അതായത് അതിൻ്റെ ഒരു വളർച്ചാ ദശകം മുട്ട മുതൽ തവളക്കുഞ്ഞാവുന്ന എല്ലാ പ്രവർത്തന പീരീഡും നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യത്തെ ആ ഡിവോണിയൻ കാലഘട്ടത്തിൽ മീനിൽ നിന്ന് ടെട്രാപ്പോഡ് ഉണ്ടാകുന്ന മുതലുള്ള തവള വരെ ആവുന്ന എല്ലാ പരിണാമ ദശകളും നമുക്ക് അതിൻ്റെ ലൈഫ് സൈക്കിളിൽ കാണാൻ പറ്റും. ഇന്ത്യയിൽ 14 ഇനം പൂച്ചവർഗ്ഗങ്ങൾ ഉണ്ട് എന്നാണല്ലോ പറയുന്നത്, കടുവയും പുലിയും ഒക്കെ അടക്കം. അതുപോലെ ഇന്ത്യയിൽ എത്ര തരം തവളവർഗ്ഗം ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും? ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ നമുക്ക് ഏകദേശം അവരാണ് ഈ തവള ഗവേഷണം തുടങ്ങുന്നത്. നമ്മളെ നാട്ടിലൊക്കെ തന്നെയും തവളകൾ ഉണ്ടെങ്കിൽ നമ്മളെ ഈ പലതും നൊക്ടേണലായിട്ട് നമ്മളെ ആളുകളൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ അവരുടെ സർവേ കാലഘട്ടത്തിലാണ് അവർ ഒരുപാട് മെറ്റിക്കുലസ് ആയിട്ട് ഇത് കളക്ട് ചെയ്യും, ഇത് അവരുടെ മ്യൂസിയങ്ങളിലൊക്കെ സൂക്ഷിക്കുകയും അത് പബ്ലിഷ് ചെയ്തിട്ട് ഫോണോ ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ എന്നൊക്കെ പറഞ്ഞ ചില പബ്ലിക്കേഷൻസ് ഉണ്ടാക്കി അതിലൊക്കെ തവളകളെ പറ്റി പബ്ലിഷ് ചെയ്യുന്നത്. ആ കാലഘട്ടത്തിൽ നമുക്കൊരു 100-ൽ താഴെ തവളകളെ ഇന്ത്യയിലുണ്ടായുള്ളൂ. പിന്നീട് ഈ തവളകളെ പറ്റി സുവോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ പഠിച്ചു. പിന്നെ ഏറ്റവും കൂടുതൽ തവളകളെ പറ്റിയിട്ട് ഗവേഷണം ചെയ്ത് ഡോക്ടർ SD ബിജു തന്നെയാണ്. അദ്ദേഹമാണ് ഒരുപാട് ജീനസുകളും ഒരുപാട് സ്പീഷീസുകളും പബ്ലിഷ് ചെയ്യുന്നത്. പിന്നീട് ഞങ്ങളും കുറച്ച് തവളകളൊക്കെ കണ്ടുപിടിക്കുകയും പബ്ലിഷൊക്കെ ചെയ്തിട്ടുണ്ട്. ഇന്നിപ്പോൾ നമ്മളെ പശ്ചിമഘട്ടത്തിൽ നോക്കുകയാണെങ്കിൽ ഏകദേശം 156ഓളം തവളകളുണ്ട്. പല എൻ്റെ പേരിൽ ഡോക്ടർ SD ബിജു പബ്ലിഷ് ചെയ്താണ്. റാവോർക്കസ്റ്റസ് അനിലി ബുഷ് ഫ്രോഗ് എന്ന് പറയുന്ന ഒരു തവള. അത് നമ്മുടെ വയനാട്ടിൽ പശ്ചിമഘട്ടത്തിൽ ഒരു 800 മീറ്റർ മുതൽ 950 മീറ്റർ എലിവേഷനിൽ കാണുന്ന പ്രദേശങ്ങളിൽ കാണുന്ന ഒരു കോമൺ ആയിട്ടുള്ള ഒരു ഇലത്തവളയാണ്. താങ്കൾ കണ്ടെത്തിയ ഒരു തവളയ്ക്ക് ബിജുവിൻ്റെ പേരും കൊടുത്തില്ലേ? ഉണ്ട്. പോളിപ്പിഡേറ്റസ് ബിജുവി. അത് മൂന്നാറിലെ പിന്നെ കടലാർ എന്നുള്ള പ്രദേശത്തുള്ള സ്വാമ്പിൽ കണ്ട ഒരു തവളയാണ്. പിന്നീട് ഞങ്ങൾ അതിൻ്റെ ജനിതക പഠനം നടത്തി കഴിഞ്ഞപ്പോൾ അത് പോളിപ്പിഡേറ്റസ് എന്ന് പറയുന്ന മരത്തവളകളിൽ നിന്ന് വ്യത്യാസമായി വേറൊരു പുതിയ ജീനസാണെന്ന് കണ്ടുപിടിച്ച് അതിന് നമ്മൾ പിന്നെ ബെഡോമിക്സാലസ് ബിജുവിൻ്റെ പേര് തന്നെയാണ് ബെഡോമിക്സാലസ്. ബെഡോം എന്ന് പറയുന്ന ഒരു പഴയ തവള ശാസ്ത്രജ്ഞൻ്റെ പേരിട്ടിട്ട് ബെഡോമിക്സാലസ് ബിജുവി എന്നുള്ള ഒരു പേരിലാണ് ഇപ്പോൾ ആ തവള അറിയപ്പെടുന്നത്. തവള എന്ന് പറഞ്ഞാൽ പൊതുവെ ശുദ്ധജലജീവിയാണല്ലോ, അല്ലാതെ ഉപ്പുവെള്ളത്തിൽ ജീവിക്കുന്ന തവളകളുണ്ടോ? തവളകൾ ഞാൻ പറഞ്ഞില്ലേ കരയിൽ ജീവിക്കുന്ന ജീവികളാണ്. അവർക്ക് ഈ സോൾട്ട് ടോളറൻസ് ഇല്ല, പൊതുവേ കുറവാണ്. എന്നാൽ നമ്മളുടെ വെള്ളത്തിൽ കായലൊക്കെ ചേർന്ന പ്രദേശത്ത് ഉപ്പിൻ്റെ അംശം വേലിയേറ്റൊക്കെ നടക്കുന്ന സ്ഥലങ്ങളിൽ ചില തവളകളുണ്ട്. ഉപ്പിൻ്റെ ഭയങ്കര സാന്നിധ്യം ഇല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ ഉള്ള അഡാപ്റ്റേഷനുള്ള തവളകൾ നമ്മുടെ കേരളത്തിൽ തന്നെ ലോലാൻഡ് യൂഫ്ലിക്റ്റസ് എന്ന് പറയുന്ന ജീനസപ്പെടുന്ന ചില തവളകൾ, കുളത്തവള എന്നൊക്കെ പറയുന്ന തവളകൾ കുറച്ചും കൂടി ഉപ്പിനെ ടോളറേറ്റ് ചെയ്യാം. പക്ഷെ പൂർണ്ണമായും അവർ ഉപ്പുവെള്ളത്തിൽ ജീവിക്കില്ല. നമ്മൾ അപ്പോക്കാലിപ്റ്റോ എന്ന് പറഞ്ഞൊരു സിനിമയിൽ ഈ കാണിക്കുന്നുണ്ട്, ഈ തവളകളുടെ തൊലിയിൽ നിന്ന് വിഷം എടുത്തിട്ട് ഒരു ഈ ഒളിപ്പോരുകളൊക്കെ നടത്തുന്ന ആളുകളുടെ ദേഹത്ത് ആ വിഷം കുത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മരിച്ചു പോവും, നെർവ്സിനെയാണ് ബാധിക്കുന്നത്. അത്തരത്തിൽ നമ്മുടെ കേരളത്തിൽ വളരെ വിഷാംശമുള്ള തവളകളുണ്ടോ തൊലിയിൽ? കേരളത്തിൽ ശരിക്കും പറഞ്ഞാൽ അങ്ങനത്തെ മാരകമായ വിഷമുള്ള തവളകളൊന്നുമില്ല. നമ്മൾ ആ സിനിമയിൽ കാണുന്ന തവള എന്ന് പറയുന്നത് പോയിസൺ ഡാർട്ട് ഫ്രോക്സ് എന്നാണ് അവർ പറയുന്നത്. അതായത് ഈ തവളകൾ അവരുടെ സ്കിന്നിൽ ചില സെക്രീഷൻസ് ഉണ്ടാക്കും, വളരെ മാരകമാണ്. അതായത് 1 ഗ്രാം വിഷത്തിന് 10 ലക്ഷക്കണക്കിന് ആളുകളെ കൊല്ലാൻ കഴിവുള്ള കേപ്പബിളുള്ള ടോക്സിനാണ്.
അപ്പോൾ അത് യഥാർത്ഥത്തിൽ അതിന് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സാധനം കാണാൻ ഭംഗിയുള്ള തവളകളാണ് ഈ ആരോ പോയിസൺ ഫ്രോഗ്സ് എന്ന് പറയുന്ന സാധനം. അപ്പോൾ പല അമേരിക്കയിലെ പല സ്ഥലങ്ങളിലും അതിനെ ഇല്ലീഗലായി കൊണ്ടുപോയി അവരതിനെ പെറ്റായിട്ടൊക്കെ വളർത്തുന്നുണ്ട്. അപ്പോൾ കുറേ കാലം കഴിയുമ്പം ഈ സാധനത്തിന് ഈ ടോക്സിറ്റി ഉണ്ടാവില്ല. കാരണം ഇവർക്ക് ആ ടോക്സിറ്റി കിട്ടുന്നതെന്ന് വെച്ചാൽ അത് തിന്നുന്ന ചില ഉറുമ്പുകളെ കഴിക്കുന്നുണ്ടാണ്. ഉറുമ്പുകൾ കഴിക്കുമ്പോൾ അതിൻ്റെ ബോഡിയിൽ നിന്നാണ് അതിനുള്ള ടോക്സിൻസ് ഒക്കെ ഉണ്ടാക്കുന്നത്, ആ സ്കിന്നിൽ വരുന്നത്. അപ്പോൾ ആ ഇക്കോളജിയിലേ ആ ടോക്സിൻ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇന്ന് അറിയപ്പെടുന്ന ഏറ്റവും ഭയങ്കര ടോക്സിൻ എന്ന് പറയുന്നത് ഈ ആരോ പോയിസൺ ഫ്രോഗ് ഉൽപ്പാദിപ്പിക്കുന്ന, അത് നെർവിൻ്റെ പാരാലിസിസ് ഉണ്ടാക്കുന്നത്. അവർ ഈ ബ്ലോ പൈപ്പിൽ ഒരുതരം നമ്മൾ ഓട പോലെ ഒരു സാധനത്തിൻ്റെ ഉള്ളിൽ മരം തുറന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഈ അമ്പിൻ്റെ അറ്റത്ത് പഞ്ഞി പോലെ സാധനത്തിൻ്റെ അകത്ത് ഇത് പുരട്ടി ഉണക്കി വെച്ചിട്ടുണ്ട്. അത് വെച്ച് ഊത്തുകുഴൽ വഴി ഊതി ഡാർട്ട് ചെയ്തിട്ടാണ് അതിനെ അവർ പിടിക്കുന്നത്. നമ്മുടെ ഈ കല്ലുമ്മക്കായി, ഈ ആൽഗൽ ബ്ലൂം ഉണ്ടായി കഴിഞ്ഞാലുള്ള കല്ലുമ്മക്കായി കഴിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ചെമ്മീൻ കഴിച്ചു കഴിഞ്ഞാൽ നമുക്കും പോയിസൺ വരുന്നുള്ള പോലെയാണ് അല്ലേ? ഈ ഉറുമ്പിൽ നിന്നാണ് ഇതേ ടോക്സിൻ കിട്ടുന്നത്. അതേപോലെ തന്നെ നമ്മളെ മഡഗാസ്കറിലെ മാൻഡിലിഡേ എന്ന് പറയുന്ന ഒരു വർഗത്തിൽപ്പെട്ട തവളകൾക്കും വിഷാംശമുണ്ട്. ആഫ്രിക്കയ്ക്ക് അടുത്തുള്ള മഡഗാസ്കർ എന്ന പ്രദേശത്തും മാൻഡിലിഡേ നമ്മുടെ മരത്തവളകളുടെ അടുത്ത ബന്ധുവാണ്. നമ്മുടെ നാട്ടിലെ ചൊറുത്തവളകളെ ഒരു പൊതുവെ ആൾക്കാർ വിഷത്തവളകളാന്ന് പറയുന്നുണ്ട്. അല്ല, അതിൻ്റെ അതായത് റഫായിട്ടുള്ള ഒരു സ്കിന്നാണ്. പക്ഷെ അതിന് പാരോട്ടിഡ് ഗ്ലാൻഡ് എന്ന് പറയുന്ന മുതുകിൽ 2 ഗ്രന്ഥികളുണ്ട്, തലയുടെയും മുതുകിൻ്റെ ഇടയ്ക്ക്. അപ്പോൾ അത് നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ജീവി പിടിച്ചു കഴിഞ്ഞാൽ അതൊരു മിൽക്ക് പോലെ, ഒരു പാല് പോലെ ഒരു സെക്രീഷൻ ഉണ്ടാക്കും. അപ്പോൾ നായ്ക്കളൊക്കെ അത് പിടിച്ചു കഴിഞ്ഞാൽ ഇത് വായിൽ ഇറിറ്റേഷൻ ഉണ്ടാക്കി അതിനെ തുപ്പിക്കളയും. പക്ഷേ ചേരേൻ്റെ അടുത്തൊന്നും അത് വർക്ക് ചെയ്യില്ല, പാമ്പൊക്കെ അതിനെ വിഴുങ്ങും. അപ്പോൾ അതൊരു ടോക്സിക്, ഒരു ഫെയ്റ്റൽ ആയിട്ടുള്ള ഒരു സാധനമല്ല, ഒരു ഇറിറ്റേഷൻ ഉണ്ടാക്കിയിട്ട് അത് ലോ ഗ്രേഡ് ടോക്സിനാണ്, അത് തുപ്പിക്കളയും. പക്ഷേ അതിൻ്റെ വർഗത്തിൽപ്പെടുന്ന വലിയ ബുഫോ മാരിനസ് എന്നൊക്കെ പറയുന്ന വലിയ ടോഡുകളുണ്ട്. അവരുടെ ടോക്സിൻസൊക്കെ അത്യാവശ്യം ടോക്സിനാണ്. ആളുകളെ കൊല്ലാൻ പറ്റില്ലെങ്കിലും കുറച്ച് മറ്റ് ജീവികൾക്ക് ദോഷമായിട്ടുള്ള ടോക്സിൻസാണ്. ഈ തവള മൂത്രം എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുന്നതാണോ? അല്ല, തവളയുടെ മൂത്രം നമ്മളെ മീനിൻ്റെ മൂത്രം പോലെ തന്നെയാണ്. നമ്മളെ യൂറിയ ഒക്കെ സെക്രീറ്റ് ചെയ്യുന്ന പോലെ തന്നെ വളരെ ചെറിയ ക്വാണ്ടിറ്റിയിലേ ഉള്ളൂ. ഇപ്പോൾ യൂറിയ പുറത്ത് വന്നു കഴിഞ്ഞാൽ വിഘടിച്ച് അമോണിയ ആവും. മീനുകളെ സംബന്ധിച്ചോളം അത് ഡയറക്റ്റായിട്ട് അമോണിയ പുറത്ത് കളയുന്ന ജീവിയാണ്. വെള്ളത്തിൽ അതിൻ്റെ ശരീരത്തിന് അമോണിയ നേരിട്ട് പുറത്ത് പോകും സ്കിന്നിലൂടെ. പലതരം തവളകളെ കണ്ടിട്ടുണ്ടല്ലോ, അതിൽ ഒരു അപൂർവ സ്വഭാവ സവിശേഷതയുള്ള ഏതെങ്കിലും തവളേനെ ഓർത്തെടുക്കാൻ പറ്റുമോ? ഭക്ഷണം കൊണ്ടോ പ്രജനന രീതി കൊണ്ടോ അല്ലെങ്കിൽ അതിൻ്റെ രൂപം കൊണ്ടോ വളരെ വ്യത്യസ്തമായിട്ടൊക്കെ തോന്നി? ഈ പറയുന്ന പച്ചിലപ്പാറാനും മറ്റ് മരത്തവളകളൊക്കെ ഈ മഴക്കാലത്ത് നമ്മുടെ വാട്ടർ ടാങ്കിൻ്റെ മുകളിൽ പതയുണ്ടാക്കിയിട്ടാണ് മുട്ടയിടുന്നത്. അതിനകത്ത് ഇലകൾ ഒട്ടിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ മേറ്റ് ചെയ്യുന്ന സമയത്ത്, ഇണ ചേരുന്ന സമയത്ത് ഈ പെൺതവള ഒരു സെക്രീഷൻ ഉണ്ടാക്കും. അത് പതപ്പിച്ച് അതിൻ്റെ ഉള്ളിൽ മുട്ടയിട്ടിട്ട് ഒരു തവളക്കൂട് ഉണ്ടാക്കും. ആ വാൽമാക്രി വെള്ളത്തിലേക്ക് വിരിയും. ഞാൻ പറഞ്ഞ ബുഷ് ഫ്രോക്സ്, ഇലത്തവളകൾ എന്ന് പറയുന്നത് മരത്തിൻ്റെ പൊത്തിലും മോസും ഉള്ളിടത്തൊക്കെയാണ് മുട്ടയിടുന്നത്. മറ്റ് സാധാരണ ഒരുപാട് തവളകളും നേരിട്ട് ജലാശയത്തിലാണ് മുട്ടയിടുന്നത്. ചില തവളകൾ വെള്ളം സ്ട്രീമിൻ്റെ സൈഡിലാണ് മുട്ടയിടുന്നത്. ചിലത് വെള്ളത്തിനോട് ചേർന്നിട്ടുള്ള മോസുകളിലൊക്കെ മുട്ടയിടുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട നിക്റ്റിബെട്രാക്കസ് എന്ന് പറയുന്ന ജീനസ് പെടും. നമ്മളെ രാത്തവളകൾ എന്നാണ് ഇപ്പോൾ അതിനെ വിളിക്കുന്നത്. വലിയ സ്ട്രീമിൻ്റെ മുകളിലുള്ള ഇലയുടെ മുകളിൽ കയറിയിട്ട് അത് മുട്ടയിടും, മേറ്റിംഗ് ഒക്കെ നടത്തും. അത് യഥാർത്ഥത്തിൽ ഒരു ട്രൂ മേറ്റിംഗ് സിസ്റ്റം ഇല്ല എന്നാണ് പറയുന്നത്. പെണ്ണ് മുട്ടയിട്ട ശേഷം ആണ് അതിൻ്റെ മുകളിൽ ബീജവർഷം നടത്തുകയാണ് ചെയ്യുന്നത്. പിന്നെ ആ മുട്ട വിരിഞ്ഞ് വെള്ളത്തിലേക്ക് വീണ് അത് വാൽമാക്രി ആയിട്ട് വരും. അങ്ങനെ ഓരോ തവളകൾക്കും അതിൻ്റെ പ്രത്യേകതയുണ്ട്. ഈ ക്ലൈമറ്റ് ചേഞ്ച് ഈ തവളകളെ റീപ്രൊഡക്ഷനെ, അതിൻ്റെ പ്രത്യുൽപാദനത്തിന് ഡയറക്റ്റായിട്ട് ബാധിക്കുന്നുണ്ട്. 2005 കാലഘട്ടം വരെ ഈ കറക്റ്റായിട്ടുള്ള മൺസൂൺ സിസ്റ്റമൊക്കെ നിന്ന സമയത്ത് നമ്മൾ ഇന്ന സമയത്ത് പോയി കഴിഞ്ഞാൽ തവളയുടെ ബ്രീഡിംഗ് എല്ലാം കാണാൻ പറ്റും. ഇന്നിപ്പോൾ അത് പറയാൻ പറ്റില്ല. ഇപ്പോൾ നാസിക ബട്രാക്കസ് ഇന്ന സമയത്ത് ബ്രീഡ് പറയാൻ പറ്റില്ല. ഓരോ തവളകളും ഈ കാലാവസ്ഥ മാറ്റം അനുസരിച്ച് അതിൻ്റെ ബ്രീഡിങ് അനിശ്ചിതത്തിലാണ്. പകൽ ഭയങ്കര ടെമ്പറേച്ചറാണല്ലോ. ഈ വേനൽക്കാലത്ത് ഗ്ലോബൽ ടെമ്പറേച്ചർ വർദ്ധിച്ചിട്ടുണ്ട്. ഈ തവളകളുടെ കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നില്ല, അതിൻ്റെ കോൾ ഉണ്ടാവുന്നില്ല. അപ്പം മരത്തവളകളെ ഈ കാലാവസ്ഥ വ്യതിയാനം ഡയറക്റ്റായിട്ട് ബാധിക്കുകയാണ്. 1989 വെച്ചൂർ പശുക്കളുടെ വീണ്ടെടുക്കലുമായി ബന്ധപ്പെട്ടുള്ള ഒരു വലിയ ദൗത്യം തുടങ്ങുന്നത്. അതിൽ ഭാഗഭാക്കായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരാളാണ് താങ്കൾ. മാത്രമല്ല, ലോകത്തിലെ തന്നെ ഒരു പക്ഷേ തദ്ദേശീയമായ ഇനം മൃഗങ്ങളുടെ ഒരു സംരക്ഷണ പ്രവർത്തനത്തിൻ്റെ ഒരു ആദ്യ പടി എന്ന് വേണമെങ്കിൽ അതിനെ കാണാമെന്ന് തോന്നുന്നു. എങ്ങനെയാണ് അതിലേക്ക് എത്തുന്നത്?
89 ഞങ്ങൾ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങളെ വെറ്ററിനറി കോളേജിലെ ഒരു മാഗസീനിന് വേണ്ടിയിട്ട് അതുവരെ നമ്മൾ വംശനാശം വന്നു എന്ന് കരുതപ്പെടുന്ന വെച്ചൂർ പശുക്കളെ പറ്റിയിട്ട് ചില വിവരണങ്ങൾ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വൈക്കം ഭാഗത്തുള്ള വെച്ചൂർ പ്രദേശത്തേക്ക് പോകുന്നത്. ഞങ്ങൾ പോകുന്ന സമയത്ത് ഞങ്ങൾ മനസ്സിലാക്കി ഞങ്ങളുടെ കോളേജിലെ തന്നെ ജനിതക വിഭാഗം മേധാവി ഡോക്ടർ ശ്വാശാമ്മ അയ്യപ്പ് വെച്ചൂർ പശുക്കളെ അന്വേഷിച്ച് നടക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കി. ഞങ്ങൾ പോയി ആ വൈക്കം ഭാഗത്ത് താമസിച്ച് അവിടുത്തെ പ്രധാനപ്പെട്ട ആളുകളിൽ നിന്നൊക്കെ ഞങ്ങൾ ഒരുപാട് വിവരങ്ങളൊക്കെ മനസ്സിലാക്കിയതിൽ നിന്നും ചില പശുക്കളുണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. 1-2 വെച്ചൂർ ഇനത്തിൽപ്പെട്ട. അപ്പോൾ ആ പശുക്കളെ ഞങ്ങൾ കണ്ടെത്തി. അത് കഴിഞ്ഞ് ഡോക്ടർ ശ്വാശാമ്മ അയ്യപ്പിനോട് വിവരങ്ങൾ പറയുന്നു. അങ്ങനെ മാഡവും ഞങ്ങളെല്ലാം കൂടിയുള്ള വീണ്ടും ഒരു സർവേ വിശദമായിട്ട് നടത്തുകയും അങ്ങനെയാണ് ഞങ്ങൾ വെച്ചൂർ പശുക്കളെ ആദ്യമായിട്ട് കണ്ടെത്തുമ്പോൾ ഞങ്ങളുടെ ആദ്യത്തെ ഇനീഷ്യലി താല്പര്യം ഒരു വിവരണം തയ്യാറാക്കുന്നത് മാത്രമായിരുന്നു. പക്ഷേ ഞങ്ങൾ ആക്ച്വലായിട്ട് പശുക്കളുണ്ടെന്ന് പറഞ്ഞപ്പോൾ അതിനെ എങ്ങനെ അവസാനത്തെ എണ്ണല്ലേ ഒരു സംരക്ഷിക്കാം. 8 പശുക്കളെ കൊണ്ടൊന്നും സംരക്ഷിക്കാൻ പറ്റില്ല. എന്നാലും അത് യൂണിവേഴ്സിറ്റിയിലേക്ക് കൊണ്ടുവന്ന് ഒന്നത് പ്രജനനത്തിനുള്ള ബുൾസില്ല, അതിനെ കൊണ്ടുവന്ന് സംരക്ഷിക്കുക എന്നുള്ളൊരു താല്പര്യത്തിൽ അതിന് പൈസ ഗ്രാൻറ്റ് ചെയ്തു. അങ്ങനെ അന്ന് തന്നെ ഞങ്ങൾ സ്റ്റുഡൻസ് എല്ലാം കൂടി പോയി ടീച്ചറുമായിട്ട് പോയിട്ട് ആ പശുക്കളെ വാങ്ങി ഞങ്ങളുടെ മണ്ണൂത്തിയിലുള്ള ഒരു പഴയ ഫാം, അതിനും ഒരു ചരിത്രമുണ്ട്. പഴയ കൊച്ചി രാജാവിൻ്റെ കാലത്തെ ഒരു ഫാമായിരുന്നു. ആ ഫാം അടച്ചു പൂട്ടി ഇങ്ങനെ കാട് പിടിച്ച് കിടക്കുകയായിരുന്നു. ഞങ്ങൾ സ്റ്റുഡൻസ് തന്നെ അത് ക്ലീനാക്കി വൃത്തിയാക്കി വൈറ്റ് വാഷൊക്കെ ചെയ്ത് ഈ പശുക്കളെ ഞങ്ങൾ വാങ്ങി അതിൽ കൊണ്ട് കെട്ടുകയാണ് ചെയ്തത്. പിന്നെ ഞങ്ങൾ അവിടെ ഒരു ബോർഡ് വെച്ചു, ജേംപ്ലാസം കൺസർവേഷൻ സെൻറ്റർ ഓഫ് ദി വെച്ചൂർ കൺസർവേഷൻ കാറ്റിൽ. അങ്ങനെ ഒരു 10 വർഷങ്ങൾ കൊണ്ട് അത് 100ഓളം പശുക്കളായി. അതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് വിവാദങ്ങൾ വന്നു. വെച്ചൂർ പശുക്കൾ കൊണ്ടുവന്നപ്പോൾ തന്നെ നമ്മളെ പല അധ്യാപകർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല. സംസ്ഥാനത്തിൻ്റെ പല ഏജൻസികൾക്കും ഈ പശുക്കളെ കൊണ്ടുവന്നത് ഇഷ്ടപ്പെട്ടില്ല. കാരണം അന്ന് കാലത്ത് ഈ ബയോഡൈവേഴ്സിറ്റി ജൈവവൈവിധ്യ സംരക്ഷണം എന്നുള്ള ഒരു വിഷയം കാര്യമായിട്ട് വന്നിട്ടില്ല. സങ്കരവർഗം വഴി പാലുൽപാദനം ചെയ്യുക എന്നുള്ള ഒരു സ്റ്റേറ്റ് തീവ്രമായൊരു പ്രവർത്തനത്തിലാണ്. അപ്പോൾ അങ്ങനെ ഉൽപാദനക്ഷമതയുള്ള പശുക്കൾ ഉണ്ടാക്കുന്നതിനിടയിൽ ഇങ്ങനത്തെ ഒരു നാടൻ പശുവിനെ സംരക്ഷിക്കുന്നത് പലർക്കും ദഹിച്ചിട്ടില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അതിൽ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ സങ്കരവർഗം പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ലൈഫ് സ്റ്റോക്ക് ഇമ്പ്രൂവ്മെൻറ്റ് ആക്ട് എന്ന് പറയുന്ന നിയമം കൊണ്ടുവരികയും നാടൻ പശുക്കളുടെ മൂരികളെ മുഴുവൻ വന്ധ്യംകരിക്കുകയും ചെയ്തു. അപ്പോൾ അവർക്ക് ബ്രീഡിങ് ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് ഈ സാധനം ഗ്രാജുവലി ഇല്ലാണ്ടായിപ്പോയത്. പിന്നെ ഇതിനുള്ള കാളകളെ എവിടെ കിട്ടി? വെച്ചൂർ കാളകളെ ഞങ്ങൾ ഒരുപാട് അന്വേഷണത്തിലാണ് ആ വെച്ചൂർ തരത്തിൽപ്പെടുന്ന ഒരു ബുള്ളിനുണ്ടായത്. അതിനും അന്ന് നമുക്കൊരു 100 സെൻറ്റിമീറ്ററിന് വലുപ്പമുള്ള ഒരു കാളയാണ്. സാധാരണ വെച്ചൂർ പശുക്കൾക്ക് ഒരു 80-90 സെൻറ്റിമീറ്ററിൻ്റെ ഇടയ്ക്ക് ഉയരമാണുള്ളത്. ചെറിയ പശുക്കളാണ്. അത് ആ കുട്ടനാടിലെ ആ ചതുപ്പ് നിലങ്ങളിലൊക്കെ വളരാൻ യോജിച്ചിട്ടുള്ള ഒരു അക്ലിമറ്റൈസ് ചെയ്തിട്ടുള്ള ഒരു ചെറിയ ജീവി വർഗ്ഗമാണ് ഈ വെച്ചൂർ പശുക്കൾ. അങ്ങനെ ഒരുപാട് നാടൻ പശുക്കളെ ഞങ്ങൾ അതിൻ്റെ ഭാഗമായിട്ട് കോളേജിൽ കൊണ്ടുപോയിട്ടുണ്ടായി. അങ്ങനെ ഒരു സക്സസ്ഫുൾ ആയിട്ടൊരു പ്രോജക്റ്റ് ആയതുകൊണ്ട് ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ച് ഇതിന് ഫണ്ട് ചെയ്തു. അപ്പോൾ നമ്മൾ ഈ കൺസർവേഷൻ തുടങ്ങിയപ്പോൾ തന്നെ ഇതിൻ്റെ അന്ന് ഒരുപാട് പേര് എതിർത്തെങ്കിലും ഇന്ത്യയിൽ ഇങ്ങനെ ICR ഇങ്ങനെ ഒരു പ്രോജക്റ്റ് ഗ്രാൻറ്റ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് യൂണിവേഴ്സിറ്റിയിൽ നിന്നും മറ്റ് നാടൻ പശുക്കളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രൊപ്പോസൽസ് വന്നു. അങ്ങനെയാണ് നമ്മുടെ പുങ്കന്നൂർ എന്ന് പറയുന്ന ആന്ധ്രാപ്രദേശിലെ പശുക്കൾ. പിന്നെ ഞങ്ങൾ ഈ പശുക്കളെ വാങ്ങുമ്പോൾ തന്നെ ഞങ്ങൾ ആൾക്കാരോട് പറഞ്ഞതെന്ന് വെച്ചാൽ നിങ്ങളെ കയ്യിലിരുന്നാൽ അത് വംശനാശം വന്ന് പോവുകയുള്ളൂ. ഇപ്പോൾ യൂണിവേഴ്സിറ്റി കൊണ്ടുവരുവാണെങ്കിൽ നമ്മളത് ബ്രീഡ് ചെയ്ത് കുഞ്ഞുങ്ങളായി ആ കുഞ്ഞുങ്ങളെ തിരിച്ച് കൃഷിക്കാർക്ക് തിരിച്ച് കൊടുക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ആ ഇടയ്ക്കാണ് മണ്ണൂത്തി ഫാമിന് തീ വയ്ക്കപ്പെട്ടു. അതിൻ്റെ പ്രതികളൊന്നും അറസ്റ്റ് ചെയ്യാനോ കണ്ടുപിടിക്കാനൊന്നും പറ്റിയില്ല. ഒരുപാട് പശുക്കൾ വെന്തു മരിച്ചു. പിന്നെ വെച്ചൂർ പശുക്കൾക്ക് വിഷം കൊടുത്ത് കൊല്ലുന്ന ഒരു പ്രവർത്തനം ഉണ്ടായി. അപ്പോൾ അതിൻ്റെ കുറ്റം മാഡം ചെയ്തു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആരോപണം ഉണ്ടായി. പിന്നെ അന്നാണ് മനസ്സിലായത് ഇതിന് ഫോറൈറ്റ് എന്ന് പറയുന്ന ഒരു വിഷം പുല്ലിലൂടെ കൊടുത്തിട്ടാണ് ഇതിനെ കൊല്ലുന്നതെന്ന് കണ്ടുപിടിച്ചത്. എന്തായാലും ഇതിനൊരു വലിയ പ്രതിസന്ധികളുണ്ടായിരുന്നു. അപ്പോൾ മാഡത്തിനെ നിർവീര്യമാക്കുക എന്നുള്ള ഒരു ഭാഗമായിട്ടാണ്. അപ്പോൾ മാഡം അതിൻ്റെ പുറകെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ആ പരിപാടി മുന്നോട്ട് കൊണ്ടുപോയത്. പിന്നീട് ഒരു കാലഘട്ടത്തിൽ അതിന് വലിയ നാഷണൽ ലെവൽ തന്നെ വളരെ, കാരണം ഈ ജൈവവൈവിധ്യ സംരക്ഷണമൊക്കെ പ്രധാനമൊക്കെ മനസ്സിലായി വന്നപ്പോഴേക്ക് നാഷണൽ ലെവലിൽ തന്നെ വളരെ പ്രാധാന്യം വന്നു. കഴിഞ്ഞ സർവീസ് സ്റ്റോറിയിലെ ചീഫ് വൈൽഡ് ലൈഫ് വാർഡനായ പ്രമോദ് ജി കൃഷ്ണൻ പറയുന്നുണ്ടായിരുന്നു, അവർ ഈ ആനകളെ തുരത്താൻ വേണ്ടിയിട്ട്
തേനീച്ച വേലികൾ ഉണ്ടാക്കി, ഒരു ജൈവ വേലികൾ ഉണ്ടാക്കി പരീക്ഷിച്ചിരുന്നു എന്നുള്ളത്, അതിൻ്റെ ഒരു ഐഡിയ സാറിൻ്റെ അടുത്തു നിന്നാണ് വന്നതെന്ന് പിന്നീട് കേട്ടു. എങ്ങനെയായിരുന്നു ആ പദ്ധതിയിലേക്ക് എത്തി, അതെങ്ങനെയാണ് പരാജയപ്പെട്ടത്, അതൊന്ന് പറയുമോ? ഈ തേനീച്ചകളുടെ പ്രത്യേകത എന്ന് വെച്ചാൽ തേനീച്ചകൾ ഡിസ്റ്റർബ് ചെയ്യുമ്പം അവർ ഓഡിബിൾ ആയതിനേക്കാളും താഴെ ഇൻഫ്രാസോണിക് സൗണ്ടാണ് അവരുണ്ടാക്കുക. ആനകളും ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഈ ഇൻഫ്രാസോണിക് സൗണ്ട് ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ അവർ ആഫ്രിക്കയിൽ ഉപയോഗിച്ച ഏപ്പിസ് മെലിഫറ എന്ന് പറഞ്ഞ യൂറോപ്യൻ ബീസാണ്. അത് കുറച്ചുകൂടി വലിയ ഈച്ചയാണ്, വലിയ പെട്ടികളാണ്. അപ്പോൾ ഇതിങ്ങനെ ഹാങ് ചെയ്യാണ്, പോസ്റ്റിൽ ഇങ്ങനെ തൂക്കിയിടുന്നിട്ട് ഇതെല്ലാം കമ്പിയായിട്ട് കണക്ട് ചെയ്യും. അപ്പോൾ ഏതെങ്കിലും ഒരു ഭാഗത്ത് തട്ടിയാൽ മൊത്തത്തിൽ തേനീച്ച കൂടുകൾ ഇങ്ങനെ ഇളകും. അപ്പോൾ ഈ തേനീച്ചകൾ മൊത്തത്തിൽ ഈ ശബ്ദം, ഇൻഫ്രാസോണിക് സൗണ്ട് ശബ്ദം ആനകൾ ഉപേക്ഷിച്ച് പോകുന്നതാണ് ആ കൺസെപ്റ്റ്. ആഫ്രിക്കയിൽ അത് സക്സസ് ആണെന്ന് പറയുന്നു. കാടിൻ്റെ അടുത്ത് ഈ പ്രശ്നമുള്ളടുത്ത് നമ്മൾ വെക്കുക. അപ്പം പ്രൈമറി ലക്ഷ്യം എന്ന് പറയുന്നത് തേനെടുക്കലാണ്. ആന വരാതിരിക്കുന്ന രണ്ടാമത്തെ കാര്യമായിട്ട് ഞങ്ങൾ ഈ സാധനം വെച്ചു, ബൈ പ്രോഡക്റ്റ് ആയിട്ട്. അപ്പം ഞങ്ങൾ ഇതേപോലെ തേനീച്ച ഇതിന് ആളുകൾക്ക് ട്രെയിനിങ് കൊടുത്തു. ഖാദി ബോർഡിൽ നിന്നുള്ള ഈ ഉദ്യോഗസ്ഥരെയും കൃഷിക്കാരൊക്കെ വെച്ച് ട്രെയിനിങ്, ഹാൻഡ്ലിംഗ് എല്ലാം കൊടുത്തു. ട്രെയിനിങ്ങിന് സമയത്ത് തന്നെ ഞങ്ങൾക്കിത് പാളിപ്പോയി. കാരണം ഇന്ന് ട്രെയിനിങ്ങിന് വരുന്ന ആളല്ല, ഇത് കണ്ടിന്യൂസ് ട്രെയിനിങ് ആണല്ലോ. അങ്ങനെ ഇവരെന്നെ ഇതിന് തൂക്കാനുള്ള മരവും ഇത് കുഴിച്ചിടലൊക്കെ അവരെ പണിയാണ്, ഞങ്ങളെ മോണിറ്റർ ചെയ്യുന്നത്. ആ സമയപ്പോൾ ആരും തയ്യാറായില്ല. ഞങ്ങൾ ഈ പെട്ടി വാങ്ങി, ഈ കോളനി വാങ്ങി, അവസാനം ഞങ്ങൾ തന്നെ ഇത് അറേഞ്ച് ചെയ്ത് വേറെ ഫണ്ട് വെച്ചിട്ട് പിന്നെ ഈ പോളുകൾ അറേഞ്ച് ചെയ്യേണ്ടി വന്നു. അവസാനം ഞങ്ങൾ പൂക്കോട് വെറ്ററിനറി കോളേജിലെ NSS വിദ്യാർത്ഥികളെ കൊണ്ടുവന്നിട്ടാണ് ഈ കുഴിയൊക്കെ. അവിടുത്തെ നാട്ടുകാരും സഹായിച്ചില്ല. എന്നിട്ട് തേനീച്ച വേലി വെച്ച് കഴിഞ്ഞപ്പം കുറേ ദിവസം കഴിഞ്ഞിട്ട്, അപ്പോൾ ഞങ്ങളിത് ട്രെയിനിങ് എല്ലാം കൊടുത്തു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ആന ഒരു സ്ഥലത്ത് പൊളിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ പോയി നോക്കി മനസ്സിലായി വെച്ചാൽ ആ തേനീച്ച വേലികളിലൊന്നും തേനീച്ച ഇല്ല. കാര്യം തേനീച്ചകളുടെ മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ ഉറുമ്പുകളാണ്. തേൻ കുടിക്കാൻ വേണ്ടി കയറുമ്പോൾ ഉറുമ്പുകൾ കയറി കഴിഞ്ഞാൽ അവർ കൂടെ അബാൻഡൻ ചെയ്യും. അപ്പോൾ അതുപോലെ വാക്സ് മൗത്ത് എന്ന് പറയുന്ന ഒരു പ്രാണിയുണ്ട്. അത് ഈ തേനീച്ച മെഴുക് തിന്നാൻ വേണ്ടി കയറിയിട്ട് മുട്ടയിട്ട് പുഴുക്കളാവും. അപ്പോൾ ഇത് കോൺസ്റ്റൻ്റ് ആയിട്ട് ഈ തേനീച്ച കൃഷിക്കാർ അത് പരിശോധിച്ചുകൊണ്ടേ ഇരിക്കണം. അപ്പോൾ ഈ ആളുകളുടെ നിസ്സഹകരണം കൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു, ഞങ്ങൾക്കത് ടെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഞങ്ങളത് ഊരിയിട്ട് കാടിൻ്റെ വാഴത്തോട്ടൻ്റെ ഇടയ്ക്ക് ഇത് ഞങ്ങൾ കൊണ്ടുവച്ചു. അയാൾ ഇതിനെല്ലാം നല്ല സഹകരണം, കാലുകളൊക്കെ കുഴിച്ചിടാനും എല്ലാം സഹായിച്ച് ഞങ്ങൾ രാത്രിക്ക് ഈ സാധനം കൊണ്ടുപോയി, രാത്രിയാണ് ഇത് വെക്കാൻ പറ്റുള്ളൂ, തേനീച്ചകളെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ കൊണ്ടുപോയി ഇതെല്ലാം വെച്ചു. ഡെയിലി ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ ആന അതിനകത്ത് കയറുന്നില്ല. പക്ഷേ എന്താ പറ്റിയെന്ന് വെച്ചാൽ ഒരു പ്രാവശ്യം ആന ഈ കാടിൻ്റെ ബൗണ്ടറി അല്ലാതെ ആന ഇങ്ങോട്ട് കയറി വന്നു. എന്നിട്ട് അത് ഇയാളുടെ പിന്നെ കൃഷിസ്ഥലത്ത് പെട്ടുപോയി. പിന്നെ അതിനെ എസ്കേപ്പ് ചെയ്യാൻ വേണ്ടി അത് ഒറ്റ പൊട്ടിക്കൽ പൊട്ടിച്ചിട്ട് പോയി. ഞങ്ങൾക്കത് പരാജയമാണോ എന്ന് പറയാൻ പറ്റില്ല. പിന്നെ അത് പിന്നീട് ഞാൻ പറഞ്ഞു, ഇങ്ങനത്തെയൊക്കെ പ്രശ്നം വെച്ചാൽ കോൺസ്റ്റൻ്റ് ആയിട്ട് ആളുകൾ ഇതിനകത്ത് ഇത് ശ്രദ്ധിക്കണം. ഇപ്പം നമ്മുടെ പല കൃഷിക്കാരും പല ആവേശം കാണിക്കും, പലപ്പോഴും അത് അങ്ങ് ഉപേക്ഷിക്കപ്പെടും. ഈ അടുത്ത കാലത്തായിട്ട് ധാരാളം പേവിഷബാധ കേസുകൾ കാണുന്നു. അതിൽ മരണങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഈവൻ വാക്സിൻ എടുത്തതിന് ശേഷവും. അപ്പം നമുക്ക് ഈ റാബീസിനെ ഏത് രീതിയിൽ ഇപ്പോൾ കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റും? ഈ നാട്ടിൽ ഈ പട്ടികൾ കൂടുന്നതല്ലേ ഇതിൻ്റെ വിഷയം? ഇതിനൊക്കെ കൊന്നൊടുക്കി കഴിഞ്ഞാൽ പരിഹരിക്കാവുന്ന വിഷയം അല്ലേ ഉള്ളൂ എന്നുള്ള തരത്തിലാണോ ഇതിനെ കാണേണ്ടത്? പണ്ട് കാലത്തൊക്കെ തെരുവ് നായ്ക്കളെ കൊല്ലുക എന്ന് പറഞ്ഞാൽ പഞ്ചായത്തുകൾക്കൊരു പ്രശ്നമില്ല. പിന്നെ നമ്മളൊരു സീസൺ ആകുമ്പം നായ്ക്കളെ അവർ ഹുക്കിട്ട് ബ്രൂട്ടലായിട്ട്, അതായത് കഴുത്തിൽ കമ്പിയൊക്കെ ഇട്ട് മുറിച്ച് സ്ട്രിക്നിൻ എന്ന് പറയുന്ന ഒരു വിഷം എന്തെങ്കിലുമൊക്കെ കൊടുത്ത് ഏറ്റവും ചീപ്പറായിട്ടുള്ള കെമിക്കൽസ് ഉപയോഗിച്ചിട്ടൊക്കെയാണ് കൊല്ലുന്നത്. ഇപ്പം നമ്മളൊരു ജീവിനെ തന്നെ നമ്മൾ അങ്ങനെ ആവശ്യമില്ലാതെ കൊല്ലാൻ പാടില്ല. അതിന് ഒരു ആനിമൽ വെൽഫെയർ ബോർഡ് ഒരുപാട് ഗൈഡ് ലൈൻസ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു കാര്യം ആലോചിക്കണം, ഈ നായ്ക്കൾ എന്ന് പറയുന്നത് പിന്നെ നമ്മൾ 15,000 വർഷം മുമ്പ് അന്നത്തെ ഗ്രേ വുൾഫ് എന്ന് പറയുന്ന ജീവിയിൽ നിന്ന് നമ്മളോട് ഇണങ്ങി കൂടെ വന്ന് സ്നേഹം പങ്കിട്ട് നമ്മളോട് ജീവിക്കുന്ന ഒരു ജീവികളാണ് നായ്ക്കൾ. അപ്പോൾ ആ നിലയ്ക്ക് പിന്നെ അവരെ ഇങ്ങനെ കൊല്ലുന്നത് ഒരു എത്തിക്കലായിട്ടുള്ള ഒരു വിഷയമുണ്ട്. വന്ധ്യംകരണം കൊണ്ട് ഈ നായ്ക്കളെ കൺട്രോൾ ചെയ്യും, റാബീസ് കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. മൃഗങ്ങളെ വളർത്തുന്നുണ്ടെങ്കിൽ നമ്മൾ നിർബന്ധമായിട്ടും ലൈസൻസ് എടുക്കണം. ലൈസൻസ് എടുക്കുന്നുണ്ടെങ്കിൽ അതിന് വന്ധ്യംകരണവും, വളർത്തു നായ്ക്കളുടെ കാര്യമാണ് പറയുന്നത്. ബ്രീഡിംഗ് ഉണ്ടെങ്കിൽ അതിന് പ്രത്യേക പെർമിറ്റും, അല്ലാത്തവരെ വന്ധ്യംകരിക്കുകയും അതിന് വാക്സിനേഷൻ ചെയ്യാൻ വേണം. കാരണം ഈ വളർത്തു നായ്ക്കളുടെ കുഞ്ഞുങ്ങളാണ് പലപ്പോഴും സ്ട്രീറ്റിൽ എത്തപ്പെടുന്നത്. സ്ട്രീറ്റ് ഡോഗ്സിനെ മാത്രം നമ്മൾ വന്ധ്യംകരിച്ചിട്ട് കാര്യമില്ല. പിന്നെ മാത്രമല്ല നമ്മൾ വന്ധ്യംകരിച്ച് വാക്സിനേഷൻ ചെയ്തിട്ട് ഈ സ്ട്രീറ്റ് ഡോഗ്സിനെ വീണ്ടും നമ്മൾ പിന്നെ അവിടെ തന്നെയാണ് വിടുന്നത്. സ്ട്രീറ്റ് പോകുമ്പോൾ അവരുടേതായ ഗ്രൂപ്പ് ഉണ്ടാവും, പാക്കാവും. അപ്പോൾ 2-3 നായ്ക്കൾ കുഴപ്പമുണ്ടാവില്ല. അതിലും കൂടുതൽ നായ്ക്കൾ ചേരുമ്പം അവരുടെ ആ വൈൽഡ് പഴയ വേട്ടനായുടെ ഹണ്ടിങ് സ്വഭാവങ്ങൾ വരും. അപ്പം ഒരു നിഷ്കളങ്കമായിട്ട് ഒരു കുട്ടി ഇതിനെ കണ്ട് പേടിച്ച് ഓടിയാൽ ഇവർ ചേസ് ചെയ്ത് പിടിക്കും. അത്
ചെയ്യാവുന്ന എളുപ്പത്തിലുള്ള വഴി എന്ന് പറഞ്ഞത് ഇതൊരു വലിയ ലാർജ് സ്കെയിൽ ക്യാമ്പയിൻ നടത്തുക, ഈ ലൈസൻസിങ് നിർബന്ധമാക്കുക, എല്ലാ സ്ട്രീറ്റ് ഡോഗ്സിനെയും പിടിച്ചിട്ട് വന്ധ്യംകരിച്ചവരെ വാക്സിനേറ്റ് ചെയ്ത നായ്ക്കളെ മുഴുവൻ എല്ലാവരും അഡാപ്റ്റ് ചെയ്യുക. ഒരു നായനെങ്കിലും ഒരാൾക്ക് അഡോപ്റ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നല്ലതാണ്. സ്ട്രീറ്റിലേക്ക് ഇവരെ വിടാതെ മനുഷ്യന്മാർ ഇവരെ സ്നേഹിച്ച് ഇവരെ കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ ഈ സ്ട്രീറ്റിലെ പ്രശ്നം തീരും. അപ്പോൾ ഇതിന് ആളുകൾ തയ്യാറാവണം. അത് ഈ മൃഗസ്നേഹികൾ പൊതുവേ പറയുന്നത് ഈ നായ്ക്കളെ ഉപദ്രവിക്കുമ്പോഴാണ് തിരിച്ചു കടിക്കുന്നതെന്നാണ്. പക്ഷെ അങ്ങനെയല്ല, ഇത് എപ്പോഴും ഒരു വേട്ടനായ സ്വഭാവം കാണിക്കാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ നമ്മൾ അവരെ സ്ട്രീറ്റിലേക്കല്ല വിടേണ്ടത്. ഈ വന്ധ്യംകരിച്ച നായ്ക്കളെ നമ്മൾ വീടുകളിലേക്കാണ് അവർ കൊണ്ടുപോകേണ്ടത്. അവിടെയാണ് നമ്മൾ ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ ഹ്യൂമനായിട്ട് പ്രവർത്തിക്കേണ്ടത്. ഈ വെറ്റിനറി മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് പൊതുവെയുള്ള മിഥ്യാധാരണകൾ എന്തൊക്കെയാണ്? പലപ്പോഴും നമ്മൾ ആൻറ്റിബയോട്ടിക്സും മരുന്നുകളൊക്കെ ഇഞ്ചക്ഷനായിട്ട് കൊടുക്കേണ്ടി വരും പശുക്കൾക്ക്. കാരണം അത് ഗുളിക കഴിക്കണം എന്നൊന്നുമില്ല. ചിലപ്പോൾ വല്ല അക്യൂട്ടായിട്ടുള്ളൊരു കൂടിയ ഒരു ഇൻഫെക്ഷൻ ആയിരിക്കാം, അതിൻ്റെ ജീവനെ ബാധിക്കുന്ന ഒരു സാധനമായിരിക്കാം. അപ്പോൾ ഇഞ്ചക്ഷൻ ചെയ്താൽ പാല് കുറയും. പിന്നെ ഞങ്ങൾക്ക് സ്ഥിരമായിട്ട് വരുന്ന അസുഖങ്ങളുണ്ട്, പകർച്ചവ്യാധികൾ, പിന്നെ കുളമ്പ് രോഗം, കുരുളടപ്പൻ. അപ്പോൾ അതിനൊക്കെ ഫ്രീക്വൻ്റ് ആയിട്ട് മാസ് വാക്സിനേഷൻ ചെയ്യണം. അപ്പോൾ വാക്സിനേഷൻ ചെയ്ത് കഴിഞ്ഞാൽ പാല് കുറയും. അകിട് വീക്കം വരുമ്പം, അകിട് എന്ന് പറയുന്ന പാലുണ്ടാക്കുന്ന ഗ്രന്ഥികൾക്ക് ഉണ്ടാകുന്ന ഒരു അസുഖമാണ്. അപ്പോൾ അത് നമ്മൾ മിനിറ്റുകൾ കൊണ്ടും മണിക്കൂറുകൾ കൊണ്ടും അകിട് നശിച്ചു പോകും. അപ്പോൾ നമ്മൾ ഒരു ആൻറ്റിബയോട്ടിക് കൊടുത്തു കഴിഞ്ഞാൽ അതിനെ അവിടെ ചെക്ക് ചെയ്യാണ് ചെയ്യുന്നത്. പക്ഷേ അതിൻ്റെ കൂടെ കൃഷിക്കാരൻ്റെ അത് കറക്റ്റ് മിൽക്ക് ഔട്ട് ചെയ്യണം. ചിലപ്പം ഇതിന് ഈ ആൻറ്റിബയോട്ടിക്കിന് പ്രതിരോധ ശേഷിയുള്ള അണുക്കളാണെങ്കിൽ ചിലപ്പോൾ അത് വർക്ക് ചെയ്യണമെന്നില്ല. പിന്നെ നമ്മളിപ്പോൾ ഒരു 100% ഗ്ലാൻഡിനകത്ത് പാൽ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥിയിൽ ഒരു 50% നശിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇഞ്ചക്ഷൻ കൊടുത്താലും ആ 50% തിരിച്ചു വരില്ല. ഓൾറെഡി കുറഞ്ഞ പാൽ അവർ കണക്ക് കൂട്ടുന്നതെന്ന് വെച്ചാൽ ഇഞ്ചക്ഷൻ കൊടുത്തിട്ടാണ് അവർ പറയാം. മൃഗങ്ങളുമായിട്ട് അടുത്തിടപഴകിയിട്ടുള്ള ഒരാളാണല്ലോ, ആ തരത്തിൽ നോക്കുമ്പോൾ മൃഗങ്ങൾ പഠിപ്പിച്ച പുതിയ അറിവുകളല്ലേ, പാഠങ്ങൾ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? നമ്മുടെ നാട്ടിലെ ഒരു പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ പശുക്കളിലെ വന്ധ്യതയാണ്. കാലിത്തീറ്റ കൊടുക്കുന്ന പശുക്കൾക്കാണ് ഈ വന്ധ്യത കൂടുതൽ. ഇപ്പം നമ്മൾ ആ പഠനത്തിൽ നിന്ന് മനസ്സിലാക്കിയതെന്ന് വെച്ചാൽ, പല കൃഷിക്കാരിൽ നിന്ന് മനസ്സിലാക്കിയതെന്ന് വെച്ചാൽ, ഈ ഇതിൽ കാലിത്തീറ്റയിൽ ചേർക്കുന്ന ഇൻഗ്രീഡിയൻറ്റ് നമുക്ക് വളർച്ചയ്ക്ക് ആവശ്യമുള്ള മാംസ്യം, പ്രോട്ടീൻ ഏറ്റവും കൂടുതൽ കിട്ടുന്നത് അവർക്ക് ചേർക്കുന്നത് പിണ്ണാക്കുകളാണ്. അപ്പോൾ അതാണ് ഏറ്റവും ഒരു കോസ്റ്റ് ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻറ്റ്. അപ്പോൾ അവരെന്ത് വെച്ചാൽ പശുക്കൾക്ക് അയവെട്ടുന്ന ജീവികൾക്ക് ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മുടെ ഒരു ശരീരത്തിലുണ്ടാകുന്ന പ്രോട്ടീൻ്റെ ഉപാപചയ പ്രവർത്തനത്തിൻ്റെ ഒരു വേസ്റ്റ് പ്രോഡക്റ്റാണ് അമോണിയ. ഈ അമോണിയനെ യൂറിയാക്കിയിട്ട് നമ്മുടെ മൂത്രത്തിലൂടെ കളയും. പക്ഷെ പശുക്കൾക്ക് അതിൻ്റെ ഒരുപാട് ഉമിനീര് ഉൽപ്പാദിപ്പിക്കുന്നതുകൊണ്ട്, ഉമിനീരിൽ അയവെട്ടുന്നതുകൊണ്ട് ഈ ഉമിനീരിലൂടെ യൂറിയ വരും. ഈ യൂറിയ അതിലെ സൂക്ഷ്മജീവികൾക്ക് ഉപയോഗിച്ച്, നേരത്തെ ഞാൻ പറഞ്ഞില്ല, സൂക്ഷ്മജീവികൾ പെരുകി പ്രോട്ടീനായിട്ട് വീണ്ടും മാറും. അപ്പോൾ യൂറിയ സ്വന്തം ബോഡിയിലെ യൂറിയയുടെ കുറേ ശതമാനം വീണ്ടും പ്രോട്ടീനാക്കാനുള്ള കഴിവ് ഈ അയവെട്ടുന്ന ജീവികൾക്കുണ്ട്. അപ്പോൾ ഇത് മനസ്സിലാക്കിയ കാലിത്തീറ്റ കമ്പനിക്കാരെന്ത് വെച്ചാൽ പ്രോട്ടീന് പകരം അവർ യൂറിയ ആഡ് ചെയ്യുക എന്നുള്ള ടെക്നിക്കാണ്. അപ്പോൾ അതിന് ഗവൺമെൻറ് സ്റ്റാൻഡേർഡ്സ് വെച്ചിട്ടുണ്ട്. അപ്പോൾ പലപ്പോഴും എന്താ വെച്ചാൽ ആ സ്റ്റാൻഡേർഡ്സിനെ മറികടന്ന് യൂറിയ കൂടുതൽ ചേർക്കും. അപ്പോൾ യൂറിയ കൂടുതൽ ചേർത്ത് കഴിഞ്ഞാൽ അതിനകത്ത് ശരീരത്തിലുള്ള വേണ്ടത്ര ഊർജ്ജം കിട്ടാതെ വരും. അപ്പോൾ എനർജി ഡെഫിഷ്യൻ്റ് ആയിരിക്കുന്ന പശുക്കൾക്ക് അതിൻ്റെ ഹോർമോണൽ സിസ്റ്റം തകരാറാവും. പിന്നെ അത് സൈക്കിളിൽ വരില്ല, പ്രത്യുത്പാദനം നടക്കില്ല. അപ്പോൾ അതിന് പകരം കുറച്ച് ധാന്യങ്ങളോ പുല്ലൊക്കെ ഇഷ്ടംപോലെ കൊടുക്കുകയാണെങ്കിൽ, കലിത്തീറ്റ ഒഴിവാക്കാൻ പറ്റില്ല, കൂടുതലായിട്ട് കൊടുക്കുകയാണെങ്കിൽ ഈ വന്ധ്യത ഈ പശുക്കൾക്ക് ഉണ്ടാവില്ല എന്ന് ഞങ്ങൾ മനസ്സിലാക്കി. ബാലൻസ് ആണ്. അപ്പോൾ നമ്മൾക്ക് ഒരുപാട് കൃഷിക്കാരെ ഈ ഐഡിയ പഠിപ്പിച്ചു കഴിഞ്ഞപ്പം അവർ പിന്നെ കാലിത്തീറ്റതിനകത്ത് മാറ്റങ്ങൾ വരുത്താനും പുല്ല് കൂടുതൽ കൃഷി ചെയ്യാൻ ചെയ്യാൻ തുടങ്ങിയപ്പോൾ അവർക്ക് ഈ വന്ധ്യതേൻ്റെ പ്രശ്നം ഉണ്ടായിട്ടില്ല. അപ്പോൾ പലപ്പോഴും നമ്മളെന്താ വെച്ചാൽ അത് ഹോർമോൺ വെച്ച് ട്രീറ്റ് ചെയ്യാൻ നോക്കും. അതിനേക്കാളും നല്ലത് അത് നാച്ചുറലായിട്ട് അതിൻ്റെ സമീകൃത ആഹാരവും പുല്ലും സ്വാഭാവികമായ ഭക്ഷണത്തിലേക്ക് വരുമ്പം വന്ധ്യത ഒഴിവായി പോകും. ഒരുപാട് നാട്ടറിവുകൾ കർഷകർ പ്രയോഗിക്കുന്നുണ്ടല്ലോ, പുകയില, പിന്നെ അതുപോലെ അപകാരം എന്നൊക്കെയുള്ള രീതിയിൽ. ഈ പ്രയോഗാടിസ്ഥാനത്തിൽ ഒരുപാട് കാലം പ്രയോഗിച്ച് വിജയിച്ച ഒരുപാട് നാട്ടറിവുകൾ കർഷകർ പ്രയോഗിക്കുന്നുണ്ട്, ക്ഷീര കർഷകരൊക്കെ പ്രത്യേകിച്ച്. അതിനെല്ലാത്തിനും തള്ളിക്കളയുന്നത് ശരിയാണോ? എന്താണ് ഒരു വെറ്റിനറി ഡോക്ടർ എന്നുള്ള നിലയിൽ താങ്കൾക്ക് തോന്നിയിട്ടുള്ളത്? നമ്മൾ ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇന്നിപ്പോൾ നമ്മളിപ്പോൾ വെച്ചൂർ പശു ആയാലും സ്വിസ് പശുക്കളായാലും പിന്നെ നമ്മൾ പറയുന്ന ഹോൾസ്റ്റീൻ ഫ്രീഷ്യൻ പശുക്കളായാലും ജേഴ്സി പശുക്കളായാലും ഇതൊന്നും വെറ്റിനറി ഡോക്ടർമാർ ഒരു ശാസ്ത്ര സമൂഹം ഡെവലപ്പ് ചെയ്തതല്ല. അവിടുത്തെ കൃഷിക്കാർ അവരുടെ റിക്വയർമെൻ്റ് അനുസരിച്ച് സെലക്ട് ചെയ്ത് വർഷങ്ങൾ കൊണ്ട് വികസിപ്പിച്ചതാണ് ഇന്നത്തെ എല്ലാ ഇനം ബ്രീഡുകളും. പശുക്കൾക്ക് മുറിവുണ്ടാകുമ്പോൾ അത് ഈച്ച മുട്ടയിട്ട് അത് പുഴുവായിട്ട് മാറുന്നൊരു സാധാരണ ഒരു പ്രാക്ടീസാണ്. അപ്പോൾ അതിനൊക്കെ ആളുകൾ
പിന്നെ ചില ആത്തച്ചക്ക എന്ന് പറയുന്ന മരത്തിൻ്റെ ഇല അരച്ച് വെട്ടുന്നു, പുകയില, കാട്ടുപുകയിലയുടെ ഇല അരച്ച് ഉപയോഗിക്കുന്നു. പുകയില വിലക്ക എന്നാണ് അതിന് പറയുക. പശുക്കൾക്ക് തീറ്റ കഴിക്കുമ്പോൾ വയറ് വീർക്കുന്ന ഒരു പരിപാടി, ബ്ലോട്ടിംഗ് എന്നാണ് അതിന് പറയുക. അപ്പോൾ അതിന് അവർ കായവും അപ്പക്കാരും ഒക്കെ ഞങ്ങളുടെ പ്രാക്ടീസിൽ ഞങ്ങൾ അതേ മരുന്ന് തന്നെ കൊടുക്കുന്നുണ്ട്. ടിഞ്ചർ അസഫേറ്റഡ് എന്ന് പറയുന്ന കായം കൊണ്ടുള്ള ടിഞ്ചർ കൊടുക്കുന്നുണ്ട്. സോഡോ ബൈക്കാർബ് എന്ന് പറയുന്ന അപ്പക്കാരാണ്. അപ്പോൾ ഇതെല്ലാം നമ്മളെ പ്രാക്ടീസിലും ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങളെല്ലാം ആളുകൾ ചെയ്യുന്നുണ്ട്. പക്ഷേ എന്താ വെച്ചാൽ നമ്മൾ ഇന്നത്തെ പശുക്കൾക്ക് വില കൂടുതലാണ്. നമ്മളെ പഴയ നാടൻ പശു പോലെയല്ല, അതിന് ഡിസീസ് റെസിസ്റ്റൻസ് കുറവാണ്. അപ്പം ശാസ്ത്രീയമായിട്ട് ഇപ്പോൾ ഉള്ള ഒരു കാര്യങ്ങൾ വെറ്ററിനറി ഡോക്ടർമാർ പറയുന്ന പോലെ തന്നെ ഈ കൃഷിക്കാരെയും പഠിപ്പിക്കണം. സയൻറ്റിഫിക്കായിട്ട് അത് അഡാപ്റ്റ് ചെയ്യാനും അവർ പഠിക്കണം. എന്നാൽ അവരുടെ പ്രാദേശികമായിട്ടുള്ള അവരുടെ നോളജ് അതിൽ ഉപയോഗിക്കാനും പറ്റണം. താങ്കളൊരു വെറ്റിനറി ഡോക്ടർ ആണെങ്കിൽ പോലും അതുമായി ബന്ധപ്പെട്ട അറിവുകൾ മാത്രമല്ല, പലതരം അറിവുകളെയും ആ അറിവ് തേടി പോയതിൻ്റെയും ഒക്കെ വലിയൊരു അനുഭവ പരിചയമുള്ള ഒരാളാണ്. ആ എല്ലാ മേഖലകളിൽ നിന്നുമുള്ള ചോദ്യങ്ങളൊന്നും ഉൾപ്പെടുത്താൻ പറ്റിയില്ലെങ്കിലും വളരെ കൗതുകകരമായിട്ടുള്ള നമുക്കറിയാത്ത ഒരുപാട് കാര്യങ്ങൾ താങ്കൾക്ക് പങ്കുവെക്കാനായിട്ടുണ്ട്. നന്ദി, നമസ്കാരം. താങ്ക് യു. താങ്ക് യു.